ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ഇന്നലെ കൂരിയാടും കുപ്പത്തും കണ്ടത് ഇന്നും തുടർന്നു. തൃശൂർ ചാവക്കാട്ടും കാസർഗോഡ് കല്യാൺ റോഡിലും മാവുങ്കല്ലും പലതവണ മണ്ണിടിഞ്ഞു. യാത്ര തുടങ്ങും മുൻപേ വീണ്ടു പിളരുകയാണ് ദേശീയപാത. സർവീസ് റോഡും ഇടിഞ്ഞു താഴുന്നു. ദേശീയപാതയുടെ ക്രെഡിറ്റ് ഏറ്റെടുത്ത് പൊതുമരാമത്ത് മന്ത്രി നേരത്തെ എടുത്ത സെൽഫി വീഡിയോകളും പ്രതികരണങ്ങളും പങ്കുവച്ചാണ് സമൂഹമാധ്യമങ്ങൾ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. NHAI ഉദ്യോഗസ്ഥർ അപകടം സംഭവിച്ച ഇടങ്ങൾ സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഹൈവേ വികസനം എങ്ങനെ ആസൂത്രണം ചെയ്തു, പ്രദേശത്തിന്റെ സവിശേഷതകൾ അറിഞ്ഞല്ല നിർമ്മാണമെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. വലിയ കരാറുകൾ ഏറ്റെടുത്ത കരാർ കമ്പനി ആർക്കൊക്കെയാണ് സബ് കോൺട്രാക്ട് കൊടുത്തത്? ഇനി ദേശീയപാതയുടെ പുനർനിർമ്മാണം എത്ര വേഗത്തിൽ സംഭവിക്കും? എവിടെയൊക്കെയാണ് ഇനി ദേശീയപാത അപകടാവസ്ഥയിലുള്ളത്? പാതകത്തിന് പരിഹാരമെന്ത്? ചർച്ചയിൽ CPM പ്രതിനിധി SK സജീഷ്, ലീഗ് പ്രതിനിധി PK നവാസ്, BJP പ്രതിനിധി അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ എന്നിവരാണ് ഉള്ളത്. ആദ്യം ഞാൻ CPM പ്രതിനിധിയിലേക്ക് പോകുന്നു. SK സജീഷ്, ഇന്നിപ്പോൾ പലയിടത്തും മണ്ണിടിഞ്ഞ സംഭവം അറിയാമല്ലോ. ഇന്നലെ മുതൽ ആശങ്ക നിലനിൽക്കുകയാണ്. ഇന്നലെ വിള്ളലുണ്ടായ ഭാഗങ്ങളിൽ വീണ്ടും വിള്ളലുകൾ കൂടുതൽ വലുതാകുന്ന സാഹചര്യം കാണുകയാണ്. ഇതിലിപ്പോൾ ആർക്കാണ് ഉത്തരവാദിത്തമെന്നാണ് CPM കരുതുന്നത്? ഈ ദേശീയപാത 66-ൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഉത്തരവാദിത്തം NHAIക്കാണ്. NHAI ആ നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടത്താതെ 2013 ഡീനോട്ടിഫിക്കേഷൻ വെച്ചുകൊണ്ട് 2015 ഈ പ്രവൃത്തി അവസാനിച്ചു എന്ന് പ്രഖ്യാപിച്ചതാണ്. എന്നാൽ 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോഴാണ് അതിന് തുടർച്ചയുണ്ടായത്. അതിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കാനും അതിന് മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുക്കാതെ ഈ പാത കടന്നു പോകുന്ന കർണാടകത്തിനോ തമിഴ്നാടിനോ മഹാരാഷ്ട്രയ്ക്കോ ഒന്നുമില്ലാത്ത ബാധ്യത ഏതാണ്ട് 5580 കോടി രൂപ അതിൻ്റെ ഭൂമി ഏറ്റെടുക്കലിൻ്റെ 25% കൊടുത്തുകൊണ്ട് അങ്ങനെ ഈ പദ്ധതി പുനരാരംഭിക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം. നിർത്തിപ്പോയ ഒരു പദ്ധതി പുനരാരംഭിക്കുകയായിരുന്നു. അങ്ങനെയാണ് ദേശീയപാത വികസനം കേരളത്തിൽ സാധ്യമായത്. എന്നാൽ അങ്ങനെ ഭൂമി ഏറ്റെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം ഈ പാതയുടെ ബോംബെയിൽ നിന്ന് ആരംഭിച്ച് കന്യാകുമാരി വരെ എത്തിച്ചേരുന്ന ഈ പാതയുടെ ഉത്തരവാദിത്തം നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ആ ടെൻഡർ വിളിക്കുന്ന പ്രവർത്തനം, പ്രവൃത്തി നടത്തൽ, അതുപോലെ തന്നെ കരാറുകാരെ നിശ്ചയിക്കൽ, ഇതെല്ലാം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഉത്തരവാദിത്തമാണ്. അതിൻ്റെ നിരീക്ഷണ കാര്യങ്ങൾ NHAI ഉദ്യോഗസ്ഥന്മാരാണ്. അതുപോലെ തന്നെ ഗുണനിലവാര പരിശോധന NHAI ഉദ്യോഗസ്ഥന്മാരാണ്. ഇവരാണ് ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കേണ്ടത്. തീർച്ചയായും SK സജീഷ്, അത് നമുക്ക് അറിവുള്ള കാര്യമാണ്. പക്ഷേ ഓരോ ഘട്ടത്തിലും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഞങ്ങളുടെ കാഴ്ചയിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന രൂപത്തിൽ പൊതുമരാമത്ത് മന്ത്രി ആവർത്തിച്ച് പ്രതികരിക്കാറുണ്ടായിരുന്നു. ഈ റോഡ് നിർമ്മാണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ നാടിൻ്റെ വികസനമാണ്, വികസനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്രെഡിറ്റ് തങ്ങൾക്കാണ് എന്ന രൂപത്തിൽ തന്നെ മന്ത്രി പ്രതികരിക്കുന്നുണ്ടായിരുന്നു. മന്ത്രിയുടെ വാചകങ്ങളിൽ പറയുകയാണെങ്കിൽ ഓരോ ടീമായി ഓരോ സൈറ്റുകളിൽ പോയി വിവിധ ജില്ലകളിൽ ജില്ലാ പ്രതിനിധികളുമായും അവിടുത്തെ ജനങ്ങളുമായും ഒക്കെ സംസാരിച്ച് അവരുടെ പരാതികൾ കേട്ട് കാര്യങ്ങൾ ഏകോപിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ വിവിധ റിവ്യൂ യോഗങ്ങൾ നടന്നിട്ടുണ്ട് എന്നടക്കം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരം യോഗങ്ങളിൽ സ്വാഭാവികമായും കേൾക്കേണ്ട പരാതികളാണ് ഈ വീടുകളിലേക്ക് വെള്ളം കയറുന്നതും ഈ വയലുകളുടെ ഭാഗത്ത് നിർമ്മാണം നടക്കുമ്പോഴുള്ള പ്രശ്നങ്ങളും. ഇതൊക്കെ പല ആളുകളും ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായ ഭാഗത്തെ ആളുകൾ അത് പ്രതികരിക്കുന്നുണ്ട്, ഞങ്ങൾ നേരത്തെ ഇത് പരാതിപ്പെട്ടതാണെന്ന്. അപ്പോൾ ഇതൊക്കെ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന സംഘം കേട്ടുകഴിഞ്ഞ കാര്യമാണ്. അതിനുശേഷമാണോ ഈ തരത്തിൽ അശാസ്ത്രീയമായി നിർമ്മാണം നടന്നിരിക്കുന്നത്? അല്ല, എന്തിനും കേരളത്തിലെ സർക്കാരിനെയും പൊതുമരാമത്ത് വകുപ്പിനെയും എല്ലാം കുറ്റപ്പെടുത്തുക എന്നത് ഒരു സമീപനമാണ്. ആ സമീപനത്തിൽ നിന്നുകൊണ്ടാണ് അത്തരക്കാർ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടത് സംസ്ഥാനത്തിൻ്റെ ഇതിലുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വമാണ്. ഇപ്പം 1190 ഹെക്ടർ സ്ഥലം ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയും എന്നത് കേരളത്തിലെ ഒരു സ്വപ്നമായിരുന്നു.
ആ സ്വപ്നമാണ് 2016 മുതൽ 25% ഭൂമിയുടെ വില കൊടുത്ത് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതിലൂടെ മാത്രമാണ് ഈ പദ്ധതി സാധ്യമാകുന്ന സാഹചര്യം ഉണ്ടായത്. 2015 ഓഫീസ് പൂട്ടിപ്പോയതാണ് NHAI നമുക്കറിയാം. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ജില്ലാ കളക്ടർക്ക് അതിൻ്റെ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ഏകോപനത്തിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. മാത്രവുമല്ല, മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഗുണഭോക്താക്കളെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തി അവരുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ടാണ് ഈ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് നമുക്കറിയാം. തുടർന്ന് വിവിധ വകുപ്പുകളുടെ ഇതുമായി ബന്ധപ്പെട്ട സഹായങ്ങളും സഹകരണങ്ങളും ഈ പ്രവർത്തനത്തിന് കേരളത്തിൽ ആവശ്യമുണ്ട്. അത് PWD വകുപ്പിൻ്റെ സഹകരണം നിസ്സീമമായി നൽകേണ്ടതെല്ലാം ഓരോ ഘട്ടത്തിലും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മരം മുറിക്കുമ്പോൾ ഫോറസ്റ്റ് വകുപ്പിൻ്റെ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. അത് ഫോറസ്റ്റ് വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിസിറ്റിയും അതുപോലെ തന്നെ വാട്ടർ കണക്ഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ റോഡിൻ്റെ ഭാഗമായി ഈ മാറ്റിക്കൊടുക്കേണ്ടതും പുനഃസ്ഥാപിക്കേണ്ടതും മറ്റുമായ കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി ഈ പ്രവൃത്തി വൈകിപ്പോകാതിരിക്കാൻ വേണ്ടി KSEBയും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയും എല്ലാം നിർവഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യത്തിലായ മണ്ണ്, കല്ല് തുടങ്ങിയ കാര്യങ്ങളുടെ ലഭ്യത, മറ്റ് കാര്യങ്ങളെല്ലാം ജിയോളജി വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതായത് ഈ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വേഗത വർദ്ധിപ്പിക്കാനും അത് കൃത്യമായി നടക്കാനും എല്ലാമുള്ള കേരളത്തിൻ്റെ സഹകരണം എന്നതാണ് പ്രധാനം. ആ സഹകരണം പൂർണ്ണമായി കേരളം നൽകി എന്നതുകൊണ്ടാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ശരി, ആ സഹകരണം സത്യമാണ്. ഞാൻ ചോദിക്കുന്ന ആ സഹകരണത്തിൽ പ്രാഥമികമായി വരേണ്ട കാര്യമാണല്ലോ, ഓരോ പ്രദേശത്തിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടാണോ, ഭൂപ്രകൃതി അനുസരിച്ചിട്ടാണോ അതിൻ്റെ നിർമ്മാണ രീതി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളത്. ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അതാണ് പറയുന്നത്. അതങ്ങനെയാണോ സംഭവിച്ചത് എന്ന് പരിശോധിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോഴാണ് ആ പരിശോധന നടക്കുന്നത്. പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം, NHAI ചെയ്യേണ്ട കാര്യം തന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഉത്തരവാദിത്തം പൂർണ്ണമായും അവർക്കാണ്. പക്ഷേ ഈ റിവ്യൂ യോഗങ്ങൾ നടത്തുകയും സൈറ്റുകൾ പരിശോധന നടത്തുകയും ചെയ്തിരിക്കുന്ന പൊതുമരാമത്ത് മന്ത്രി അതിലെന്ത് ഉത്തരവാദിത്തമാണ് കാണിച്ചിട്ടുള്ളതെന്ന ചോദ്യമുണ്ടല്ലോ. ആരോടാണ് സംസാരിച്ചിട്ടുള്ളത്? ആര് പറയുന്നതാണ് കേട്ടിട്ടുള്ളത്? എന്തൊക്കെയാണ് കേട്ടിട്ടുള്ളത് എന്ന ചോദ്യമുണ്ട്. കാരണം ഇത് ആവർത്തിച്ച് വാർത്താ സമ്മേളനങ്ങളും വീഡിയോകളുമായി കേട്ടതാണല്ലോ ജനം. ഒരു കാര്യം ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കാനായിരിക്കും പലർക്കും താല്പര്യമെന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ അങ്ങനെ കടക്കുന്നില്ല, അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ നിർമ്മാണ പ്രവൃത്തി നടത്തേണ്ടത് ആരാണ്? ആ നിർമ്മാണ പ്രവൃത്തി എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഗുണമേന്മ ഉൾപ്പെടെ പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഭൂമിയുടെ പരിശോധന, ഭൂമി എതിലെയാണ് എന്നുള്ളത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ പരിശോധനയും കാര്യങ്ങളെല്ലാം നടത്തേണ്ട ഉത്തരവാദിത്തം NHAIക്ക് തന്നെയാണ്. അവരാണ് ടെൻഡർ വിളിക്കുന്നത്, അവരാണ് കരാറുകാരെ നിശ്ചയിക്കുന്നത്, അവർ തന്നെയാണ് ഉദ്യോഗസ്ഥരുടെ ഈ കാര്യത്തിലുള്ള നിരീക്ഷണവും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഗുണമേന്മയും പരിശോധിക്കുന്നവരാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മുഴുവൻ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗമായി തന്നെയാണ് നടക്കുന്നത്. ഇത് ഇവിടെ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോകുന്ന ഒരു പാത മാത്രമല്ലല്ലോ. മുംബൈയിൽ നിന്ന് ആരംഭിച്ച് കന്യാകുമാരി വരെ പോകുന്ന റോഡ് എന്നുള്ളത് ഇപ്പോഴാണ് അതിലേക്ക് നിങ്ങൾ പൂർണ്ണമായും എത്തുന്നത്. അതുവരെ കേരളത്തിലെ റോഡുകളുടെ വികസനത്തെക്കുറിച്ചുള്ള ആവേശം നിറഞ്ഞ പ്രതികരണങ്ങളാണ് വന്നത്. അപ്പോൾ ആ ആവേശം മാത്രമല്ല, അതിന്റെ ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ടല്ലോ. സജീഷ്, ഈ റോഡിന്റെ നിർമ്മാണം സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നേ ഇല്ല. 6000 കോടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നൽകുമ്പോൾ അതിൽ ഉത്തരവാദിത്തം ഏത് വരെയാണ് വരുന്നത്? എന്തൊക്കെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തത്തിൽ വരുന്നത്? അതെ, ഒന്ന്, ഈ പാത കടന്നു പോകുന്ന മറ്റ് സംസ്ഥാനങ്ങൾ, കർണാടകയായാലും മഹാരാഷ്ട്രയായാലും തമിഴ്നാടായാലും കൊടുക്കാത്ത രീതിയിൽ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ഇവിടെ 25% പണം കൊടുത്തുകൊണ്ടാണ് പണ്ട് ഈ നിർത്തിപ്പോയ പദ്ധതി, കേരളത്തിൻ്റെ ആവശ്യമായ ഈ പദ്ധതിയെ പുനഃസ്ഥാപിക്കുന്നത്. ആ പുനഃസ്ഥാപിക്കുന്ന ഏറ്റവും മഹത്തരമായ ഉത്തരവാദിത്തമാണ് കേരള സർക്കാർ ആദ്യം നിർവഹിച്ചത്. അതുകൊണ്ടാണ് ഈ പദ്ധതി ഉണ്ടായത്. ഇല്ലെങ്കിൽ ഈ പദ്ധതി ഉണ്ടാകുമായിരുന്നില്ല. 2015 ഈ ഓഫീസ് പൂട്ടിപ്പോയതാണ്. 2013 തന്നെ ഇത് ഡീനോട്ടിഫിക്കേഷൻ ചെയ്തതാണ് എന്നെല്ലാം നമുക്കറിയാവുന്നതാണ്. സജീഷ്, പക്ഷെ ആ പദ്ധതി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണല്ലോ പ്രശ്നം. ഓരോ ദിവസവും വിള്ളലല്ലേ. ഇന്നലെ മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്താണ് സാഹചര്യം? മഴ തുടങ്ങുമ്പോഴേ ഇതാണ് അവസ്ഥയെങ്കിൽ വരും ദിവസങ്ങളിൽ എന്തായിരിക്കും എന്നുള്ള ഭയമല്ലേ. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് ഒരു സ്കൂട്ടർ യാത്രികൻ പകുതി ആ റോഡിന്റെ ഇടയിൽ കുടുങ്ങി കിടക്കുകയാണെന്ന്, തലകീഴായി കിടക്കുന്നു എന്നുള്ളതാണ്. എത്ര ആശങ്ക നിറഞ്ഞ വിവരമാണ് പുറത്തു വരുന്നത്. പുതിയ ഒരു കാര്യം ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കാൻ അനുവദിക്കണം. അതായത് ഇവിടെ
ഈ പദ്ധതി മുന്നോട്ട് നയിക്കേണ്ട ഉത്തരവാദിത്വം, അതിൻ്റെ പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. കേരളത്തിൻ്റെ ഉത്തരവാദിത്തം എന്ത് എന്നത് ഞാനിവിടെ വിശദീകരിക്കേണ്ടായി. താങ്കൾ കേട്ടോ എന്ന് എനിക്കറിയില്ല. അതിൽ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ഉത്തരവാദിത്വം, അതിൻ്റെ ഏകോപനം, PWDയുടെ സഹകരണം, അതുപോലെ തന്നെ മരങ്ങളും മറ്റും മാറ്റിക്കൊടുക്കുന്നതിനുള്ള ഫോറസ്റ്റിൻ്റെയും, അതുപോലെ തന്നെ ഇലക്ട്രിക് കേബിൾ മാറ്റിക്കൊടുക്കുന്നതിൻ്റെയും, വാട്ടർ അതോറിറ്റി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെയും കേരള സർക്കാരിൻ്റെ ഉത്തരവാദിത്വം, മണ്ണ് കല്ല് തുടങ്ങിയ കാര്യങ്ങളിലുള്ള ജിയോളജി വകുപ്പിന്റെ കേരളത്തിന്റെ ഉത്തരവാദിത്വം, ഈ ഉത്തരവാദിത്തങ്ങൾ ഏതെങ്കിലും എന്ന് പറഞ്ഞൊഴിയാൻ എന്നൊരു പ്രശ്നം കൂടി ഉണ്ട്. താങ്കൾ അത് ആവർത്തിച്ചതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ഞാൻ ലീഗ് പ്രതിനിധിയിലേക്ക് ഒന്ന് പോവുകയാണ്. താങ്കൾ ഇടപെട്ടോളൂ. താങ്കൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ട് 9 മിനിറ്റായി. സജീഷ് തന്നെയാണ് സംസാരിച്ചത്, വേറെ ആരിലേക്കും പോയിട്ടില്ലല്ലോ. 9 മിനിറ്റ് ആയാലും 10 മിനിറ്റ് ആയാലും എനിക്ക് ആ പറഞ്ഞ കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തണം. അതായത് ഈ ഉത്തരവാദിത്തമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തം. ഇതിൻ്റെ ഗുണമേന്മ ഉൾപ്പെടെ പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്തം നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. പിന്നെ ഒരു കാര്യം കൂടി അതിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഈ പദ്ധതിയെ മുടക്കാൻ വേണ്ടിയുള്ള അങ്ങേയറ്റത്തെ പരിശ്രമം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ കണ്ടതാണല്ലോ. കീഴാറ്റൂരിലെ സമരവും അന്ന് താങ്കൾ ഇപ്പോൾ ചോദിച്ച പോലെയുള്ള ഒരുപാട് ചോദ്യങ്ങളും അതാണ് ഈ ചോദ്യങ്ങൾ. അതായത് ഒരു കാര്യം കൂടി സജീഷ് എന്നോട് പറഞ്ഞതുകൊണ്ട് ഇടപെടൽ നടത്തുന്നത് ശരിയല്ല. ഇവിടെ വന്ന പോരായ്മകൾ അത് ചർച്ച ചെയ്ത് പരിഹരിച്ചു പോകേണ്ടതാണ്. ചർച്ച ചെയ്ത് പരിഹരിക്കുകയല്ലോ പോരായ്മ എന്നുള്ളത്. അത് തന്നെയാണല്ലോ താങ്കൾ ഉൾപ്പെടെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി ഉൾപ്പെടെ. അതെ സജീഷ്, ഞാൻ പറയുന്നത് ഇതാണ്, പോരായ്മ സംഭവിച്ചത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നാണ്. അതിന്റെ ഭാഗമായി വയലിനടുത്തെ നിർമ്മാണം അത് അപകടം ചെയ്യും എന്ന് നിർമ്മാണം സജീഷ് പറയട്ടെ. ഈ നിർമ്മാണം തുടങ്ങും മുമ്പേ അത് ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ്. പാഡി ഫീൽഡിനടുത്ത് നിർമ്മാണം ഈ രൂപത്തിലല്ല, മറ്റ് ഇടങ്ങളിലേതുപോലെയല്ല വേണ്ടത് എന്ന് അവിടുത്തെ ഒരു പ്രദേശവാസികളോ അല്ലെങ്കിൽ ഒരു കൂട്ടമായി അവിടുത്തെ പ്രദേശവാസികൾ ഒരുമിച്ച് പറയുകയാണെങ്കിൽ അത് സർക്കാരിൻ്റെ വലിയ വികസന പദ്ധതിയെ തുരങ്കം വയ്ക്കുന്നവർ എന്ന ഒരു ആരോപണമായിരിക്കും തിരിച്ച് നിങ്ങൾ പറയുക. അതാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അതിൽ വിമർശനം ഉന്നയിക്കുമ്പോഴും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പദ്ധതി വന്നല്ലോ എന്നുള്ളതാണ്. പദ്ധതി വരട്ടെ, അതല്ലല്ലോ വിഷയം. പദ്ധതി വന്നതല്ലല്ലോ വിഷയം. ഇപ്പോൾ പദ്ധതി കൊണ്ടുണ്ടായിരിക്കുന്ന അപകടമല്ലേ വിഷയം. അതിനാർക്കും ഉത്തരവാദിത്തമില്ലാതെ കൈമറത്താൻ എങ്ങനെ സാധിക്കും? ഞാൻ വരാം. PK നവാസ്, ഇന്നിപ്പോൾ ET മുഹമ്മദ് ബഷീർ ഗഡ്കരിയെ ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് കൈമലർത്തിയിട്ടില്ല. NHAയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുടെ സംഘം ഇപ്പോൾ സന്ദർശനം നടത്തുന്നുണ്ട്, അതിൻ്റെ ഭാഗമായി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇതെല്ലാം പരിശോധിച്ച് വരുന്നുണ്ട്. ജൂൺ 6-ാം തീയതി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. പരിശോധിച്ചിട്ട് അതിലാവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. ആ കാര്യത്തിലൊന്നും തർക്കമില്ല. ഇവിടെ ഇതിനെ തടസ്സപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയത്. ഇത് കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ആ സ്വപ്ന പദ്ധതിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പലരും ഉണ്ട്. ആ കൂട്ടത്തിൽ അതിൻ്റെ വായായി മാറാൻ പലരും ശ്രമിക്കുന്നുണ്ട്. ഈ സ്വപ്ന പദ്ധതിയെ ഇല്ലാതാക്കാൻ എന്നൊക്കെ പറയുമ്പോൾ ഈ പദ്ധതിയുടെ കുഴപ്പമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പദ്ധതി നടപ്പാവുന്നതിനെ കുറിച്ചല്ല, നടപ്പായി കഴിഞ്ഞല്ലോ, നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. PK നവാസ്, സ്മൃതി അങ്ങനെ ഒരു റിപ്പോർട്ട് മുന്നിൽ വെക്ക്. സ്മൃതിക്ക് അങ്ങനെ ഒരു അറിവുണ്ടെങ്കിൽ ഇതാകെ കുഴപ്പമാണ്, അങ്ങനെ ഒരു റിപ്പോർട്ട് എന്നല്ല, കുഴപ്പമുള്ള പ്രദേശങ്ങളിലെ കുഴപ്പം ആരെങ്കിലും ചൂണ്ടിക്കാട്ടിയാൽ നിങ്ങൾ അവർക്ക് ചാപ്പ കുത്തുമെന്നേ. അതാണ് ഇവിടുത്തെ അനുഭവം. ചൂണ്ടിക്കാണിച്ച ഒരു റിപ്പോർട്ട് വികസന വിരോധികൾ എന്നുള്ളത് നിങ്ങളുടെ സ്ഥിരം പ്രയോഗമല്ലേ സജീഷ്? നവാസിലേക്ക് വരട്ടെ. നിങ്ങളിൽ എന്തെങ്കിലും പോസിറ്റീവായി പ്രതീക്ഷിച്ചിട്ടല്ല ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. നെഗറ്റീവായി മാത്രമേ കൈകാര്യം ചെയ്യാൻ കഴിയൂ എന്ന നല്ല ഉത്തമ വിശ്വാസത്തിലാണ് ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. അല്ല, നിങ്ങൾ എന്തെങ്കിലും ഒരു വാക്കിൽ താങ്കൾ ഏതെങ്കിലും ഒരു പോസിറ്റീവായി അങ്ങേയറ്റത്തെ ഒരു പ്രതീക്ഷയും ഇരിക്കുമ്പോഴില്ല. കേരളത്തിലെ സർക്കാരിന് അനുകൂലമായി ഒരു വാക്ക് അറിയാതെ പോലും പറഞ്ഞു പോകുന്ന എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. കുറിച്ചാണ് ചർച്ച അല്ലേ? ആളുകൾ അപകടത്തിൽപ്പെട്ടതിനെ കുറിച്ചാണ് ചർച്ച. നവാസ്, നവാസിലേക്ക് പോട്ടെ. നാഷണൽ ഹൈവേ അതോറിറ്റി ജനാധിപത്യ മര്യാദ പാലിക്കൂ. സജീഷ്, ഒന്ന് അടുത്ത ആളിലേക്ക് കൂടി പോട്ടെ. അദ്ദേഹം കൂടി പറയാനുള്ള പറയട്ടെ.
നവാസ്, ഇന്ന് ലീഗ് MP ടി മുഹമ്മദ് ബഷീർ ഗഡ്കരിയെ കണ്ടിട്ടുണ്ട്, ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഇതിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതികരണമൊന്നുമല്ല ടിയുടെ ഭാഗത്ത് വന്നത്. പക്ഷേ ഈ അപകടത്തിന്റെ ഉത്തരവാദിത്വം ആർക്കാണെന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇവിടെ അറിയപ്പെടുന്ന കരാർ കമ്പനിയാണ് ഇവിടെ നിർമ്മാണം നടത്തുന്നത്. ആ കരാർ കമ്പനി പലയിടത്തും വളരെ ഫലപ്രദമായി തന്നെ പദ്ധതികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ കരാർ ഏറ്റെടുത്ത കമ്പനിയാണ് നടത്തുന്നത്. അവർ സബ് കോൺട്രാക്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആരാണ് യഥാർത്ഥ പ്രതി എന്നെങ്ങനെ അറിയാനാകും? ഇപ്പോൾ പല മേഖലകളിലായി ചിലയിടത്ത് 1, 2, 3 പ്രാവശ്യം മണ്ണിടിഞ്ഞിട്ടുണ്ട് കുപ്പത്തൊക്കെ. അപ്പോൾ ഇതിങ്ങനെ ഒരു ആശങ്ക നിൽക്കുന്നു. ഇന്നലെ ഉണ്ടായ മലപ്പുറത്തെ സ്ഥലത്ത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റ് തൃശ്ശൂർ ഭാഗത്തു നിന്നും ഈ തരത്തിൽ ദേശീയപാതയിൽ പ്രശ്നങ്ങൾ കേൾക്കുന്നു. അപ്പോൾ തുടർച്ചയായി കേൾക്കുകയാണ് മഴ തുടങ്ങുമ്പോഴേക്കും. എന്താണ് ലീഗിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ആദ്യമായി സ്മൃതി, നിങ്ങൾ പറഞ്ഞതുപോലെ ഇന്ന് ഞങ്ങളുടെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി, ഈ പ്രദേശത്തിൻ്റെ MP കൂടിയായിട്ടുള്ള ശ്രീ ടി മുഹമ്മദ് ബഷീർ, അദ്ദേഹം നിതിൻ ഗഡ്കരിയെ കണ്ടു. വളരെ പോസിറ്റീവായി ഞങ്ങൾ ഇതിൽ പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടു. കേരളത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും മുസ്ലിം ലീഗ് അങ്ങനെയാണ് സമീപിക്കാറ്. പ്രത്യേകിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയും അങ്ങനെയാണ് സമീപിക്കാറ്. ഞങ്ങൾ അതിന് വിഘാതം നിൽക്കാൻ ശ്രമിക്കാറില്ല. നോക്കൂ, നിങ്ങളിപ്പോൾ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് 5 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന 1640 കിലോമീറ്റർ ദൈർഘ്യമുള്ള അങ്ങനത്തെ ഒരു ദേശീയപാത, അത് തീർത്തും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിൽ 580 കിലോമീറ്ററാണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത്. ഈ കേരളത്തിലൂടെ കടന്നു പോകുന്ന 550 കിലോമീറ്ററുമായി ബന്ധപ്പെട്ട് മഴ തുടങ്ങി 1-1.5 ദിവസം, 2 ദിവസം പൂർത്തീകരിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ വ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഇപ്പോൾ കൂരിയാടിലെ ഈ പ്രശ്നം നടന്നെടുത്ത് നിന്ന് കേവലം 4.5 കിലോമീറ്റർ അപ്പുറത്തേക്കാണ് ഞാൻ നിൽക്കുന്നത്, എൻ്റെ പഞ്ചായത്തുള്ളത്. ഇവിടത്തേക്ക് ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഒരു അഗ്നിപർവ്വതത്തിന് സമീപത്തൂടെ യാത്ര ചെയ്യുന്ന ഒരു ഭയാശങ്കയോട് കൂടിയാണ് ഞങ്ങളൊക്കെ ഇതിലൂടെ യാത്ര ചെയ്തു പോകുന്നത്. ഇതിലാരാണ് പ്രതി എന്നാണല്ലോ ഇപ്പോൾ സജീഷ് പറയുന്നത്. ഞങ്ങൾക്കിതിലൊന്നുമില്ല, ഞങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു, അതിൻ്റെ പ്രയാസങ്ങളൊക്കെ ഒഴിവാക്കി കൊടുത്തു, ബാക്കിയെല്ലാം നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്, എന്ന് വെച്ചാൽ മോഡി ഗവൺമെൻറ് ആണ് എന്നാണല്ലോ പറയുന്നത്. ഞാൻ 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാം സ്മൃതി. ഒന്ന്, ഇന്നലെ ഇവിടുത്തെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രൊജക്ട് ഡയറക്ടറുടെ ഒരു പ്രസ്താവന വന്നു, അൻഷിൽ ശർമ്മയുടെ ഒരു പ്രസ്താവന വന്നു. എന്ന് പറഞ്ഞാൽ നിർമ്മാണത്തിൽ അശാസ്ത്രീയതയില്ല, പിന്നെയോ മണ്ണ് ഇളകിപ്പോയതാവാം കാരണം എന്ന് മാത്രം അദ്ദേഹം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഇതിനടിയിലൂടെ ഈ കൂരിയാട് ഈ റോഡിന് വേണ്ടി മണ്ണിട്ട് മതിൽ കെട്ടിയതിന് അടിയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതായിരിക്കാം പ്രശ്നത്തിന് കാരണം. 3 അംഗ സമിതിയെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പഠനത്തിന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് ഇതെങ്ങനെ പുനർനിർമ്മിക്കണം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ പഠിക്കും എന്നാണ്. ഞാൻ വളരെ സ്വാഭാവികമായ ഒരു ചോദ്യം ശ്രീ SK സജീഷിനോട് ചോദിക്കുന്നത്, ഇതിൻ്റെ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ടും ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടും കൃത്യമായൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് മുമ്പിൽ ഉണ്ടായിരുന്നില്ലേ? നാഷണൽ ഹൈവേ അതോറിറ്റി അവരുടെ ഇഷ്ടത്തിന് വന്ന് എടുത്തതാണോ ഇത്? ഇവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റിന് അതിന് കൃത്യമായൊരു ഡിസൈനിങ് നൽകിയിരുന്നില്ലേ? അന്ന് മുതൽ ഈ പ്രദേശവാസികളായ ഞങ്ങൾ ഉൾപ്പെടെ, ഞങ്ങളൊക്കെ സമരസമിതിയുടെ ഭാഗമായി നിന്നവരാണ്. അന്ന് മുതൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് ഇവിടുത്തെ മുഹമ്മദ് റിയാസിനെ PWD വകുപ്പ് മന്ത്രിയെയും നേരിട്ട് കണ്ട് പറഞ്ഞതാണ്, ഇത് അശാസ്ത്രീയമാണ്, ഇങ്ങനെ കൊണ്ടുപോകരുത്. ഇതിന് നേരത്തെ തന്നെ സമരസമിതി ഉന്നയിച്ച എലിവേറ്റഡ് ഹൈവേ ആണ് വേണ്ടത്. ആ സമയത്ത് ഇവർ പറഞ്ഞത് ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഇപ്പോൾ 1 കിലോമീറ്ററിന് 80-90 കോടി രൂപ മതി, പക്ഷേ എലിവേറ്റഡ് ഹൈവേ ആകുമ്പോൾ 1000 കോടി വേണം, 100 കോടി വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ പ്രധാനപ്പെട്ട ഇത്തരം സ്ഥലങ്ങളിൽ ഈ പാടങ്ങളിലൂടെ മാത്രമല്ല, പ്രധാനപ്പെട്ട അങ്ങാടികളിലൂടെ ടൗണുകളിലൂടെ കടന്നു പോകുന്നിടത്ത് അങ്ങനെ ഒരു സൗകര്യം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാചകം ഇല്ല, ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച പോലും ഇല്ല എന്നല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്? ഈ ദുരന്തം നടക്കുന്ന ഈ പ്രദേശത്തെ വാർഡ് മെമ്പർ മുതൽ അവിടുത്തെ നിയമസഭാ സാമാജികന്മാരായ 2 പേർ, തലപ്പാറ, ഇപ്പോൾ പുതിയ വിള്ളലുണ്ടായിട്ടുള്ള തലപ്പാറ എൻ്റെ പഞ്ചായത്താണ്, ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റും വേങ്ങരയിൽ കൂരിയാട് ഉൾപ്പെടുന്ന പ്രദേശത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ഞങ്ങളുടെ നിയമസഭാ സാമാജികൻ P. അബ്ദുൽ ഹമീദ് മാസ്റ്റർ അവർകളും ഇപ്പുറത്ത് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഈ പറയുന്ന PM മുഹമ്മദ് റിയാസിനെയും അവരെയും നേരിട്ട് കണ്ടതല്ലേ? ഈ ദുരന്തത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ? ഈ പ്രദേശത്തിലൂടെ ഇതാ ഇങ്ങനെ വലിയ മതിൽ കെട്ടി കൊണ്ടുപോകുന്നത് അപകടമാണ് എന്ന് പറഞ്ഞതല്ലേ? അന്നേരം എന്താ ഈ ഗവൺമെന്റ് ഇതിൽ ഇടപെടാൻ സാധിക്കാതെ പോയത്? ശരിയാണ്, നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് SK സജീഷ് പറയുമ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കൺസേൺ ഇല്ലേ? BA മുഹമ്മദ് റിയാസിന് കൺസേൺ ഇല്ലേ? ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ എന്താണ്, ഇനി ചർച്ചയില്ല എന്നല്ലേ പറഞ്ഞത്? നമുക്ക് ഓർമ്മയുണ്ടല്ലോ 2020 ഇതുമായി ബന്ധപ്പെട്ട് മേധാ പട്കർ കേരളത്തിൽ വന്നൊരു കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2018 അവരിവിടെ വന്നിട്ട് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. ഈ പ്രദേശത്തെ പരിസരവാസികൾ മുഴുവൻ മാർച്ച് നടത്തി. അത് ഉദ്ഘാടനം ചെയ്ത് മേധാ പട്കർ ആയിരുന്നു. അന്ന് മുഖ്യമന്ത്രിയെ കാണാൻ റോഡിൽ കുത്തിയിരുന്നു, വലിയ വാർത്തയായി, ഇവരെ കോലാഹലമായതാണല്ലോ. അന്ന് മേധാ പട്കറെ കണ്ട മുഖ്യമന്ത്രിയോട് മേധാ പട്കർ പറഞ്ഞ കാര്യം എന്താണ് എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. അവർ പറഞ്ഞ എന്താണ്, ഇത് അശാസ്ത്രീയമാണ്, ഇതിൽ പഠനം നടത്തണം, എലിവേറ്റഡ് ഹൈവേ ആണ് കൂടുതൽ
കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇനി നിങ്ങൾ അതിന് പോകുന്നില്ല എങ്കിൽ ഈ ചില പ്രദേശങ്ങളിലെ പാരിസ്ഥിതിക പഠനം നടത്തിയിട്ട് ഇത്തരത്തിൽ ആകാശപാത അത്തരം മേഖലകൾ കടന്നു പോകണം എന്ന് അവർ പറഞ്ഞു എന്ന് മാധ്യമങ്ങളോട് നമ്മൾ കേട്ടതാണല്ലോ. ശേഷം മുഖ്യമന്ത്രി എന്താ പ്രതികരിച്ചത്? ഈ വിഷയത്തിൽ ഇനി ചർച്ചയില്ല. ഈ ഇടതുപക്ഷ മുന്നണിക്കകത്ത് LDF മുന്നണിക്കകത്ത് പോലും ചർച്ച ചെയ്തോ ഇല്ലയോ എന്ന് അസ്വാരസ്യങ്ങൾ പുറത്തു വന്നു. ഞങ്ങൾ അതിലേക്ക് കടക്കുന്നില്ല, അതവിടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷെ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇനി ചർച്ചയില്ല, ഞങ്ങൾ ഇത് കൊണ്ടുപോകുമെന്നാണ്. അന്ന് ഈ പ്രദേശത്ത് ഞങ്ങൾ ഉൾപ്പെടെ ഒരു വെള്ളിയാഴ്ച ദിവസം എനിക്ക് ഓർമ്മയുണ്ട് സമരം ചെയ്തതിൻ്റെ പേരിൽ വലിയ തോതിൽ ലാത്തി ചാർജ് ഏൽക്കേണ്ടി വന്നു. എന്തിന്റെ പേരിലാണ്? ഞങ്ങൾ രണ്ടു കാര്യമായിരുന്നല്ലോ പറഞ്ഞത്. നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ പരിഹാരം ഉണ്ടാകണം. സർക്കാരിന് അഭിമാനകരമായ ഒരു കാര്യം, വലിയ നഷ്ടപരിഹാരം നൽകിയിട്ടാണ്. ഞാൻ അതിലേക്ക് വരാം. അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്മൃതി നേരത്തെ സജീഷിനെ അതിൽ അംഗീകരിച്ചു കൊടുക്കുന്നത് കണ്ടു. എനിക്കതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ ഉണ്ടാകണമെന്ന് നിരന്തരമായി ഞങ്ങൾ ആവശ്യപ്പെട്ടു. ആ ആവശ്യങ്ങൾക്ക് മുമ്പിലൊക്കെ കടക്ക് പുറത്തു എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ പോലെ ഈ വിഷയത്തിൽ ഇനി ചർച്ചയില്ല എന്ന് വലിയ ശബ്ദത്തിൽ പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി കടന്നുപോയത്. ഈ 2025 ഫെബ്രുവരി മാസം 24-ാം തീയതി ഇതേ റിപ്പോർട്ടർ ചാനലിന്, കൃത്യമായി പറഞ്ഞാൽ 3 മാസം മുൻപ്, ഇതേ റിപ്പോർട്ടർ ചാനലിൻ്റെ 24-ാം തീയതി മോർണിംഗ് ഷോ നിങ്ങളൊന്ന് എടുത്തു നോക്കണം. അതിൽ ശ്രീ അരുൺകുമാറിനോട് ഒരു ഇന്റർവ്യൂ നടത്തുന്നുണ്ട് PM മുഹമ്മദ് റിയാസ്. ഒരു പാലത്തിൻ്റെ ഈ റോഡിന് മുകളിൽ നിന്ന് ഒരു ട്രാക്ക് സൂട്ടും ഒരു ഷൂവും ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് അദ്ദേഹം നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, ഞാൻ സജീഷിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഞങ്ങൾ പൊതുമരാമത്ത് വകുപ്പും ദേശീയ പാത അതോറിറ്റിയും ഒരു ടീമായിട്ടാണ് ഈ വർക്ക് നടത്തുന്നത്. നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലേ? അപ്പോൾ ഈ ടീമിന് എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ടാകണ്ടേ? പ്രത്യേകിച്ച് കേരളത്തെ ജനങ്ങളുടെ സുരക്ഷയിൽ പൊതുമരാമത്ത് വകുപ്പ് ശ്രദ്ധ പുലർത്തേണ്ടിയിരുന്നില്ലേ? അന്നൊക്കെ ഞങ്ങൾ പറഞ്ഞതാണല്ലോ ഇവിടെ ഇങ്ങനെ അപകടത്തിന് സാധ്യതയുണ്ട്, ഞങ്ങൾ പരിസരത്ത് സമരം ചെയ്ത് ഞങ്ങളെ അടിച്ചോടിക്കാണല്ലോ ചെയ്തത്. ഇനി അത് മാത്രമാണോ? നോക്കൂ, നിങ്ങൾ ഈ വർക്ക് ചെയ്ത കരാറുകാരുമായി ബന്ധപ്പെട്ട് തൊട്ടപ്പുറത്തെ റീച്ചിൽ വർക്ക് ചെയ്ത കരാറുകാരുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്നപ്പോൾ നിങ്ങളുടെ മോർണിംഗ് ഷോയിൽ PM മുഹമ്മദ് റിയാസ് പറഞ്ഞ എന്താണ്? ആ പരാതിയെ തള്ളിക്കളഞ്ഞ് അദ്ദേഹവുമായി സംസാരിച്ചു, ഞങ്ങൾ ആ വർക്ക് കൊടുത്തു. അപ്പോൾ കരാറുകാരെ നിയമിക്കുന്നിടത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് മാത്രമല്ല കേരള ഗവൺമെന്റ് ഇടപെട്ടിരുന്നു എന്ന് PM മുഹമ്മദ് റിയാസ് എന്നെ പറയല്ലേ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി എല്ലാ വകുപ്പിനെ ഏകോപിപ്പിച്ചു. ഞാനിപ്പോൾ SK സജീഷ് അത് പറയുന്നത് കേട്ടു. ഞാൻ ചോദിക്കട്ടെ, പൊതുമരാമത്ത്, റവന്യൂ വകുപ്പ്, അതുപോലെ വാട്ടർ അതോറിറ്റി എല്ലാവരെയും ഏകോപിപ്പിച്ചത് മുഖ്യമന്ത്രിയാണെങ്കിൽ എങ്ങനെയാണ് ഇന്ന് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രൊജക്ട് ഡയറക്ടർ ഇന്നലെ അൻഷിൽ ശർമ്മ പറഞ്ഞത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഇതിനടിയിലൂടെ കടന്നു പോകുന്ന അപകടത്തിന് കാരണമാകാം എന്ന് അദ്ദേഹം പറയുമ്പോൾ വാട്ടർ അതോറിറ്റി ഏകോപിപ്പിച്ച മുഖ്യമന്ത്രിക്ക് ഇതിൽ ഉത്തരവാദിത്വം ഇല്ലേ? ഇല്ല എന്നാണോ സജീഷ് പറയുന്നത്? ഇനി പോട്ടെ, എല്ലാ ആഴ്ചയിലും ഞങ്ങൾ സന്ദർശനവും പരിശോധനയും നടത്താറുണ്ട് എന്ന് പറഞ്ഞത് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് അല്ലേ? അപ്പോൾ ഈ സമയത്ത് എന്താ ഈ പ്രശ്നം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടാതിരുന്നത്? ശ്രദ്ധയിൽപ്പെടാതിരുന്നെങ്കിൽ പോലും ഞങ്ങൾ വാർഡ് മെമ്പർ മുതൽ ഞങ്ങൾ ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഞങ്ങൾ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതല്ലേ? നോക്കൂ, ഇത് കടന്നു പോകുന്ന എൻ്റെ നാട്ടിലെ ചേളാരിയിൽ ഞങ്ങൾ വലിയ സമരം ചെയ്ത് മുഖ്യമന്ത്രിയെ നേരിട്ട് ഞങ്ങൾ പാർട്ടി പ്രതിനിധി പോയി കണ്ടതല്ലേ? ഈ PM മുഹമ്മദ് റിയാസിനെ ഞങ്ങൾ നേരിട്ട് പോയി കൊണ്ട് കത്ത് കൊടുത്തതല്ലേ ഇതിൽ അശാസ്ത്രീയത ഉണ്ടെന്ന് പറഞ്ഞിട്ട്? അപ്പോൾ എല്ലാ ആഴ്ചയും പരിശോധന നടത്തുന്ന അദ്ദേഹം എന്താ ഇത് കാണാതെ പോയത്? ഇനി പോകട്ടെ, അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ആ ഇന്റർവ്യൂയുടെ അവസാനം പറയുന്നുണ്ട്, ഞങ്ങൾ ഇത് മുഴുവൻ ഒരു ജാഥ പോലെ, രാഷ്ട്രീയ പാർട്ടി ജാഥ നടത്തുന്ന പോലെ ഞങ്ങൾ ജാഥ നടത്തി റോഡ് മുഴുവൻ കണ്ടുവെന്ന്. ഡബിൾ ഡെക്കർ ബസ്സിന്റെ മുകളിൽ PM മുഹമ്മദ് റിയാസ് നിന്നിട്ട് ഇതൊക്കെ പരിശോധിക്കുന്ന ചിത്രം പുറത്തു വന്നല്ലോ. നിങ്ങളെ PR എക്സസൈസിന് ഉപയോഗിച്ച ബുദ്ധിയുടെ ഒരു 4% ബുദ്ധി ഈ ജനങ്ങൾ പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഈ ദുരന്തം കേരളത്തിൽ ഉണ്ടാകുമായിരുന്നോ? വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞില്ലേ, മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞില്ലേ, ഞങ്ങളുടെ MLA P അബ്ദുൽ ഹമീദ് മാഷി പറഞ്ഞില്ലേ, പൊതുപ്രവർത്തകന്മാർ പറഞ്ഞില്ലേ, പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞില്ലേ? ഇതൊക്കെ തള്ളിക്കളഞ്ഞ് നിങ്ങളൊരു വാചക പറഞ്ഞത്. നിങ്ങൾ എന്താ പറയുക? ഇനി ചർച്ചയില്ല, ഞങ്ങൾ ഇതുമായി മുന്നോട്ട് പോകും. ഈ അബദ്ധത്തിൽ ചെന്ന് ചാടിയത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ദുർവാശിയായിരുന്നില്ലേ? ഇപ്പോൾ അദ്ദേഹം പറയാണ്, PM മുഹമ്മദ് റിയാസ് പറയാണ്, ഞങ്ങൾ ഡിസംബറിൽ ആദ്യ റീച്ച് ഉദ്ഘാടനം ചെയ്യുക. എവിടെയാ? മലപ്പുറത്ത് ആദ്യ റീച്ച് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യും എന്നല്ല നിങ്ങൾ ഡിസംബറിൽ പ്രഖ്യാപിച്ചത്. ഡിസംബറിലേക്ക് ഇനി എത്ര നാളുണ്ട്, എത്ര മാസമുണ്ട്? ഈ റോഡാണ് നിങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയത്? ഞങ്ങൾ ജനപ്രതിനിധികൾ മുതൽ സാധാരണ നാട്ടുകാർ വരെ പറഞ്ഞതിന് പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ PR എക്സസൈസിന് തിരഞ്ഞെടുപ്പിന് മുൻപ്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപൊക്കെ ഇത് ഉദ്ഘാടനം ചെയ്തിട്ട് 4 രാഷ്ട്രീയ വോട്ടിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ ജീവൻ പണയം വെക്കുന്ന പ്രവർത്തനമല്ലേ നിങ്ങൾ നടത്തിയത്? നോക്കൂ, നിങ്ങൾ ഇവിടെ ഈ പ്രദേശത്ത് നിങ്ങൾ മതിൽ കെട്ടി എത്ര ആളുടെ ഹൈറ്റിൽ, 20 അടി ഹൈറ്റിലൊക്കെയാണ് മതിലുള്ളത്. അതിന് തൊട്ടപ്പുറത്ത് കോട്ടക്കൽ ഇതുപോലൊരു പാടം ഉണ്ടല്ലോ. ആ പാടത്ത് ഞങ്ങൾ പറഞ്ഞതുപോലെ എലിവേറ്റഡ് ഹൈവേ, അതിന് മുകളിൽ ആകാശപാത പോലെയാണല്ലോ കടന്നു വന്നത്. സമാനമായ സാഹചര്യം ഇവിടെ ചെയ്യണം, തലപ്പാറയിൽ ചെയ്യണം, ഇവിടെ ചെയ്യണം എന്നല്ല ജനങ്ങൾ ആവശ്യപ്പെട്ടത്. ഒരേ ജില്ലക്കകത്ത് തൊട്ടടുത്ത 2 പഞ്ചായത്തിൽ 2 നീതി നിങ്ങൾ നടപ്പിലാക്കിയില്ലേ? നോക്കി, ഈ പ്രദേശത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം സ്മൃതി? തൊട്ടപ്പുറത്ത് കടലണ്ടിപ്പുഴയാണ്. കടലണ്ടിപ്പുഴ എന്ന് പറഞ്ഞാൽ 2 മഴ പെയ്താൽ കടലണ്ടിപ്പുഴ നിറഞ്ഞൊഴുകിയാൽ വരാനുള്ളത് ഈ പാടത്തിലേക്കാണ്. ഇപ്പോൾ സംഭവിച്ച ദുരന്തത്തിന്റെ 10 മടങ്ങ് ദുരന്തം ആ നാട്ടിൽ സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇനിയെങ്കിലും ഈ ജനങ്ങളുടെ വാചകം കേട്ട് ആവശ്യമായ നടപടിക്ക് ഈ ഗവൺമെന്റ് ഇടപെടണം. ഞാൻ പറയട്ടെ, നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് മാത്രം ഉത്തരവാദിത്തം പറഞ്ഞു പോവല്ലേ? ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നിടത്ത് നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ലേ? നിരന്തരമായി നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ പരാതിയുമായി വരുമ്പോൾ
പറയുമ്പോൾ നിങ്ങൾക്ക് അതിന് ഉത്തരവാദിത്തമില്ലേ? അത് ഉണ്ടാകണം. ഇനി സ്മൃതി, ഇവർ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ ഇതിൽ ചെയ്തത് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുക, അതൊരു വലിയ ടാസ്ക് ആയിരുന്നു, അത് ഞങ്ങൾ പൂർത്തീകരിച്ചു വന്നാണ്. ഞാൻ എസ് കെ സജീനോട് പറഞ്ഞു, നിങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കരുത്. 2005 മുതൽ ആരംഭിച്ച സമരമാണല്ലോ ഇത്. ഇവർ പറഞ്ഞ എന്താണ്? ഈ സമരം ചെയ്യുന്നവരുടെ ആവശ്യം എന്തായിരുന്നു? പരിസരവാസികളുടെ ആവശ്യം ഒന്ന്, ഇതിനെ ആകാശപാതയായി കൊണ്ടുവരണമെന്നാണ്. അതിന് ചിലവ് കൂടുതലുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളഞ്ഞു, പോകട്ടെ. രണ്ടാമത്തെ കാര്യം, നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ്. ഈ പിണറായി വിജയൻ ഗവൺമെന്റ് വന്നപ്പോൾ എന്തോ ഒരു വിപ്ലവം നടത്തിയതല്ല. അങ്ങനെ സ്മൃതി അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത് പോവല്ലേ? ഞാനൊന്ന് പറയുന്നത് കേൾക്ക് നിങ്ങൾ. ഞങ്ങൾ 2013 UPA ഗവൺമെന്റ് കാലത്ത് റീഹാബിറ്റേഷൻ റീസെറ്റിൽമെന്റ് ആക്ട് കൊണ്ടുവന്നു. ആ ആക്ട് പ്രകാരം ഈ ജനങ്ങൾക്ക് ഇത് ലഭ്യമാകണമായിരുന്നു. അവർക്ക് മാന്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കാൻ ഈ ആക്ട് പ്രകാരം സാധിച്ചു. അതിൽ ഷെഡ്യൂൾ 4, ഇവരിനി പറയാൻ പോകുന്നത് ഷെഡ്യൂൾ 4 നാഷണൽ ഹൈവേ അതോറിറ്റി ആക്ട് പ്രകാരമാണ് റോഡ് എടുക്കുന്നതെങ്കിൽ അത് കൊടുക്കേണ്ടതില്ല എന്നാണ്. എന്നാൽ അതേ UPA ഗവൺമെന്റ് അതിന്റെ സെക്ഷൻ 15 കൃത്യമായി പറഞ്ഞു, ഇനി ഏതെങ്കിലും വകുപ്പിന് ഇങ്ങനെ മാറ്റം വരുത്തണമെങ്കിൽ ഓർഡിനൻസ് കൊണ്ട് കവർ ചെയ്യാം. UPA ഗവൺമെന്റ് 4 തവണ ഓർഡിനൻസുമായി ബന്ധപ്പെട്ട് കവർ ചെയ്തു. ആ സമയത്തും സ്ഥലം ഏറ്റെടുപ്പെടുത്തില്ലല്ലോ. കാരണം ഈ നിയമം ബാധകമായിരുന്നില്ല. അന്ന് മുതൽ ഇവിടെ സമരം നടക്കുന്നുണ്ട്. അന്ന് പിണറായി വിജയൻ ഗവൺമെന്റിനോട് നമ്മൾ പറഞ്ഞതല്ലേ, നാഷണൽ ഹൈവേ അതോറിറ്റി ആക്ട് പ്രകാരം അല്ല, 2013 റീസെറ്റിൽമെന്റ് റീഹാബിറ്റേഷൻ ആക്ട് പ്രകാരം ഈ സ്ഥലം ഏറ്റെടുത്താൽ ഈ ജനങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടും, അത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ തയ്യാറായില്ല. അന്നേരം കുറഞ്ഞ പണം കൊടുത്ത് ജനങ്ങളെ പറ്റിക്കാൻ, കബളിപ്പിക്കാൻ കഴിയുമോ എന്ന് പരമാവധി ആലോചിച്ചു. 2014 മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ആ സമയത്ത് അവർ എക്സിക്യൂട്ടീവ് ഓർഡർ ഈ NDA ഗവൺമെന്റ് പുറത്തിറക്കി. ആ NDA ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ആക്ട് പ്രകാരം കോടതിയിൽ ചെന്ന് ഈ സമരസമിതി അംഗങ്ങൾ അത് ഉറപ്പുവരുത്തി. അതിന് അപ്പീൽ പോയി, അപ്പീൽ തള്ളി. 2018 ഒരു ഗതിയുമില്ലാത്ത ഘട്ടത്തിലാണ് ഇവർക്ക് 2013 ആക്ട് പ്രകാരം വലിയ തുക കൊടുത്ത് സെറ്റിൽമെന്റ് ഉണ്ടാക്കിയത്. അത് പിണറായി വിജയൻ അല്ല, ഉമ്മൻചാണ്ടി അല്ല, VD സതീശനല്ല, ആര് മുഖ്യമന്ത്രി ആയാലും അത് അങ്ങനെ ചെയ്യാൻ കഴിയൂ. ക്രെഡിറ്റ് ആയിട്ട് പറയണ്ട. കേരളം അതേ സാധ്യമാകുമെന്നതാണ്. അതോടൊപ്പം തന്നെ പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ സാമൂഹ്യ പ്രവർത്തകനായ ശ്രീ CR എന്താണ് പറയാനുള്ളത് കേൾക്കുന്ന ചോദ്യമാണ് ഇപ്പോൾ ഒടുവിൽ ഉയരുന്നത്. ആളുകൾ ബുദ്ധിമുട്ടുകയാണ്, വലിയ രീതിയിൽ ആശങ്ക നിലനിൽക്കുകയാണ്. ഇപ്പോൾ പ്രദേശവാസികൾക്ക് മാത്രമല്ലല്ലോ, ദേശീയപാതയിലൂടെ പോകുന്ന ആളുകൾക്കും ബുദ്ധിമുട്ടാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആർക്കാണ് യഥാർത്ഥത്തിലുള്ള ഉത്തരവാദിത്തം? ഞാൻ ഈ ഉത്തരവാദിത്വം എന്നുള്ളത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്കോ ഒരു ഗവൺമെൻറ്റിനോ അടിസ്ഥാനപരമായി കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ്. കാരണം NHA ആണ് ഇതിൻ്റെ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നത്, DPR ഉണ്ടാക്കുന്നത്. പാരിസ്ഥിതിക സാമൂഹ്യ ആഘാത പഠനങ്ങൾ നടത്തണമെങ്കിൽ അത് നടത്തിയിട്ടില്ല. നടത്തേണ്ടത് മറ്റ് ഇതിൻ്റെ വയബിലിറ്റി നടത്തേണ്ടതൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റാണ്, NHA ആണ്. അവർ നടത്തിയിട്ടില്ല. ഇത് നടത്തിയിട്ടില്ല എന്നുള്ളത് ആദ്യം മുതലേ എനിക്കറിയാം. നേരത്തെ നവാസ് പറഞ്ഞ പോലെ 2005 മുതൽ ദേശീയപാത സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് രൂപീകരിച്ച്, ദേശീയപാത സംരക്ഷണ സമിതി രൂപീകരിച്ച് ഇതിൽ ഇരകളും പരിസ്ഥിതി പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും അടക്കം ഇടപെട്ടിട്ടുള്ളതാണ്. നിരവധി സമരങ്ങൾ, നിരവധി. അതിലൊന്ന് കോമ്പൻസേഷനാണ്. പക്ഷേ കോമ്പൻസേഷനേക്കാൾ പ്രധാനമായി നമ്മൾ ഉന്നയിച്ചത് മറ്റൊന്ന് ടോളാണ്. അതിനേക്കാളും പ്രധാനമായി ടോള് നമുക്കറിയാം. പാലിയേക്കരയിൽ DYFI സമരത്തിന് വന്നു, അത് നമുക്കറിയാം. അതിപ്പോൾ ഇപ്പോൾ ടോൾ എവിടെ വന്നാലും സമരത്തിന് വരും, പക്ഷേ ടോൾ അവർ ഏർപ്പെടുത്തും. മൂന്നാമത്തെ വിഷയം, അതൊരു നവലിബറൽ നയം സ്വീകരിച്ചതിൻ്റെ ഫലമാണ്. മൂന്നാമത്തെ വിഷയം, കേരളത്തിന് യോജിച്ചതാണോ ഈ നിർമ്മാണ രീതി എന്നതാണ്. നേരത്തെ നവാസ് പറഞ്ഞു, 20 അടി ഉയരത്തിൽ കേരളത്തിൽ തെക്ക് വടക്ക് ഇങ്ങനൊരു പാതയുണ്ടാക്കിയാൽ അതുണ്ടാക്കുന്ന സാമൂഹ്യ സാമ്പത്തിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഒന്ന് സാമൂഹ്യ പ്രശ്നങ്ങൾ തന്നെ എടുക്കാം. ഇപ്പോൾ ഇത്രയും ഗംഭീരമാണ് ദേശീയപാത എന്ന് പറഞ്ഞില്ലേ. കേരളത്തിൽ 70% വാഹനങ്ങളും 2 വീലറും 3 വീലറുമാണ് എന്ന് എണ്ണത്തിൽ കണക്ക് പറയുന്നു. ഇതിനൊന്നും ഈ പാതയിലൂടെ കയറാൻ പറ്റില്ല. അവർ സർവീസ് റോഡിൽ കൂടി പോകണം. തീർന്നില്ല. സർവീസ് റോഡ് ഉപയോഗിക്കുന്ന തൊട്ടടുത്തും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകുന്ന ആളുകൾ ഇറങ്ങിപ്പോകണം. അത് കാറായാലും പോകണം, ലോറി ആയാലും പോകണം. ഇനി ലോക്കൽ ബസ്സുകൾക്ക് സർവീസ് റോഡിൽ കൂടെ പോകണം. കാരണം അവർക്ക് ഈ പാതയിൽ കൂടി പോയിട്ട് ഒരു കാര്യമില്ല, അവർക്ക് ആളെ ഇറക്കാനും മേടിക്കാനും പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 70% 80% വാഹനങ്ങളും ഇനിയും പോകാൻ പോകുന്നത് ഈ ഹൈവേയുടെ മീതെ കൂടിയല്ല, സർവീസ് റോഡിൽ കൂടിയാണ്. ആ സർവീസ് റോഡിൻ്റെ സ്ഥിതി എന്താണ് എന്നുള്ളത് ഏറ്റവും പണി തീർന്ന, ഇപ്പോൾ എടപ്പള്ളി മണ്ണുത്തിയാണല്ലോ മോഡൽ റോഡ്. ഒരു പ്രശ്നമില്ലാതെ ഭൂമി ഏറ്റെടുത്തതിലാണല്ലോ എടപ്പള്ളി മണ്ണുത്തി. ഇപ്പം എന്താ എടപ്പള്ളി മണ്ണുത്തിയുടെ സ്ഥിതി എന്നറിയോ? സ്മൃതി ഒന്ന് സഞ്ചരിച്ചാൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് സഞ്ചരിച്ചാൽ, എടപ്പള്ളിയിൽ നിന്ന് ആമ്പല്ലൂർ എത്താൻ, വേണ്ട അങ്കമാലിയിൽ നിന്ന് ആമ്പല്ലൂർ എത്താൻ 2 മണിക്കൂർ എടുക്കും. മുഴുവൻ പണിയാണ്. എത്ര കൊല്ലമായി എന്നറിയോ? 14 വർഷമായി ആ ഹൈവേ കമ്മീഷൻ ചെയ്ത് ടോൾ പിരിച്ചു തുടങ്ങിയിട്ട്. അവിടെ ടോൾ ബൂത്തിലെ തിരക്ക് ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഹൈക്കോടതി ഇടപെടുന്നു, ഒക്കെ ഇടപെടുന്നു. ഇനി മൂന്നാമത്തെ വിഷയം, ഈ സർവീസ് റോഡിലൂടെ പോകുന്ന ആളുടെ മേലേക്ക് ആദ്യത്തെ മഴ പെയ്താൽ ഈ വെള്ളം മുഴുവൻ ഷവർ പോലെ താഴേക്ക് വീഴും. അത് ഈ ഉയരപ്പാതയുടെ എല്ലാ സ്ഥലത്തും. ഒരു ടെക്നിക്കൽ സൊല്യൂഷനും അതിനില്ല. നാലാമത്തെ വിഷയം ഇതിൻ്റെ പാരിസ്ഥിതികമാണ്. പാരിസ്ഥിതിക വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളുടെ പോലെയല്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്തിട്ടുണ്ടാവാം, മറ്റ് സംസ്ഥാനങ്ങളുടെ പോലെയല്ല.
എന്തുകൊണ്ടാണ് മേധാ പട്കർ അന്ന് പറഞ്ഞത്? അത് വളരെ കൃത്യമാണ്. എന്താണെന്നറിയോ, 2018 സജീഷിനറിയാം, കേരള ഗവൺമെൻറ് പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടുണ്ട്, PDNA, 2018 പ്രളയത്തിന് ശേഷം. ആ റിപ്പോർട്ടിൽ, PDNA റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാന കാര്യം, ഏറ്റവും അത് വേൾഡ് ബാങ്കും ADB-യും UN-ഉം കേരള ഗവൺമെൻറ്റും ചേർന്ന് നടത്തിയ പഠനമാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് കേരളത്തിൽ, അന്നത്തെ പ്രളയത്തിന് ശേഷമുള്ള പഠനമാണ്, കേരളത്തിലെ കിഴക്ക് നിന്ന് പടിഞ്ഞാട്ടാണ് വെള്ളത്തിൻ്റെ ഒഴുക്ക് മുഴുവൻ. അതിവർഷം ഏത് നിമിഷവും ഏത് സമയവും ഉണ്ടാവാം. ആ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്താൻ പാടില്ല. അതുകൊണ്ടാണ് എലിവേറ്റഡ് ഹൈവേ എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് അത് തടസ്സപ്പെടില്ല, താഴേക്ക് പോകും. താഴെയുള്ള യാത്രക്കാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കില്ല. നമ്മുടെ മെട്രോ പണിതുപോലെ അതിനടിയിൽ കൂടി ആളുകൾക്ക് ക്രോസ് ചെയ്യാൻ പോവാം. അവിടെ മറ്റ് പാർക്കിംഗ് ഏരിയ, മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്താ അത് ചെയ്യാതിരുന്നതെന്നറിയോ? അതിലൊരു ചതിയുണ്ട്. എന്താ ചതി? അവിടെയാണ് എനിക്ക് ഇടതുപക്ഷം ഗവൺമെൻറ് അതിൽ ഇടപെടേണ്ടിയിരുന്നത്. എന്താ കാര്യം? ആ ചതി എന്ന് പറയുന്നത്, ടോൾ കൊടുക്കേണ്ടി വരില്ലേ താഴെ കൂടി പോകുന്ന, മോളിൽ പോകുന്നതിനെ ടോൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ താഴെ കൂടി പോകുന്ന ടോൾ കൊടുക്കാതെ പോകും. അത് പറ്റില്ല. ഞാൻ പറഞ്ഞത്, ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് ഉമ്മൻചാണ്ടി ആയിരുന്ന കാലത്ത് ചോദിച്ചു, 5 രൂപയുടെ ചായ കിട്ടുന്ന കട അടച്ചിട്ട് 50 രൂപയുടെ ചായക്കട മാത്രം തുറന്നു വെച്ചാൽ എങ്ങനെയാണ് ശരിയാവുക? 50 രൂപയ്ക്ക് ചായ കിട്ടുന്ന കട മാത്രം. 5 രൂപയുടെ കടയുണ്ട്, 50 രൂപയുടെ കടയുണ്ട്. മോളിക്കട പോകണം, മോളിക്കട പോക്കോട്ടെ, താഴേക്കട പോകണം, താഴേക്കട പോക്കോട്ടെ. ഈ ഉയരപ്പാതയാണെങ്കിൽ നടക്കില്ല. ഇനി ഇതിൻ്റെ പാരിസ്ഥിതിക പ്രശ്നം പറഞ്ഞാൽ, ഈ കിഴക്കൊന്ന് പടിഞ്ഞാട്ട് വെള്ളം ഒഴുകുന്നതിൻ്റെ പ്രശ്നം. മൂന്നാമത്, മണ്ണ്. എത്ര ഇടനാടൻ കുന്നുകളാണ് ഇടിച്ചത്. ഇപ്പോൾ കീഴാറ്റൂരിനെ കുറിച്ച് പറഞ്ഞു. കീഴാറ്റൂർ വരാനിരിക്കുന്നതേ ഉള്ളൂ. കീഴാറ്റൂരിൻ്റെ സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്, കൂരിയാടും അതുപോലെ പല സ്ഥലങ്ങളിലും. ഇന്നലെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. കേരളത്തിൻ്റെ വടക്കൻ കേരളത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്, മിക്കവാറും സർവീസ് റോഡുകളൊക്കെ മുങ്ങി. ഒറ്റ മഴയ്ക്ക് സർവീസ് റോഡുകളൊക്കെ മുങ്ങി. ബോട്ട് പോണ പോലെയാണ് സർവീസ് റോഡ്. അവിടെ അതേ ഉള്ളൂ റോഡ്, അതിൽ വണ്ടി പോണത്. ഇത് കേരളമല്ലേ? ഇതറിയേണ്ടത് ആരാണ്? ഇത് ചൂണ്ടിക്കാണിച്ച ആളുകൾ വികസന വിരുദ്ധരാണ്, ഇത് മുടക്കാൻ നടക്കുന്നവരാണ് എന്നാണോ പറയേണ്ടത്? എലിവേറ്റഡ് ഹൈവേ വേണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചില സ്ഥലത്ത് എലിവേറ്റഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ കോട്ടയ്ക്കലെ കാര്യം പറഞ്ഞു. ഇവിടെ തുറവൂർ അരൂര് എലിവേറ്റഡ് ഹൈവേ ആണ്. പണി നടക്കുന്നത് വളരെ സ്ലോ ആണ്, അത് വേറെ പ്രശ്നം. അവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്. എലിവേറ്റഡ് ഹൈവേ ആണ്. എലിവേറ്റഡ് ഹൈവേ ചെയ്യാമായിരുന്നല്ലോ. എൻ്റെ എലിവേറ്റഡ് ഹൈവേ കേരളത്തിൽ പ്രത്യേകിച്ചും തണ്ണീർത്തടം, നെൽവയൽ സ്ഥലങ്ങളിൽ ചെയ്യാൻ പറ്റിയില്ല? എന്തുകൊണ്ട് ഇടിഞ്ഞു പോകുന്ന സ്ഥലങ്ങളിൽ ചെയ്യാൻ പറ്റിയില്ല? അവിടെയാണ് പ്രശ്നം. ഈ ചോദ്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിച്ചത്. ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് വികസന വിരുദ്ധതയും മറ്റ് പ്രശ്നങ്ങളുമായി കണ്ടു. മൂന്നാമത്, ഇതിൻ്റെ ടോളുമായി ബന്ധപ്പെട്ട പ്രശ്നം വരാനിരിക്കുന്നുള്ളൂ. കാസർഗോഡ് മുതൽ ഇപ്പോൾ വാളയാർ മുതൽ കൊച്ചിയിലേക്ക് ഒരു വണ്ടി എത്തിയാൽ എത്ര രൂപ ടോൾ കൊടുക്കണം? ഞാൻ കൃത്യമായി പറയുന്നു, ഡീസൽ ചാർജിനൊപ്പമുള്ള തുക ടോൾ കൊടുക്കണം. ഡീസൽ എത്ര ലോറിക്ക് ചിലവാകുന്നുവോ ആ ഡീസൽ ചാർജ് ഇരട്ടിയായ ഫലമാണ് ടോൾ വന്നപ്പോഴുണ്ടായത്. അതാണ് പ്രശ്നം. അപ്പോൾ ടോൾ ഇതിൻ്റെ മീതെ കൂട്ടുന്നു. ഇതിൻ്റെ എല്ലാം അടക്കം ഇപ്പോൾ ടോൾ വേണമെങ്കിൽ പറയാൻ കേന്ദ്ര ഗവൺമെൻറ് നയമാണ്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് നിലപാടെന്താ? ഇവിടെ ഞാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു നവലിബറൽ നയം അങ്ങനെ തന്നെ അംഗീകരിക്കുന്നു. ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ പ്രശ്നം പറഞ്ഞു. 2014 നിയമം ഇല്ലായിരുന്നെങ്കിൽ ഇത് കിട്ടില്ല. നമ്മൾ സുപ്രീം കോടതി പോയതാ. സമരസമിതി സുപ്രീം കോടതി പോയി. എന്തിനാ? 2013-14 നിയമം ഇതിന് നടപ്പാക്കി കിട്ടണമെന്ന് പറയാൻ. അങ്ങനെ പോയിട്ട് തന്നെയാണ് ഇത് നടപ്പായത്. അത്യാവശ്യം അവർക്ക് പണമെങ്കിലും കിട്ടിയത്. പക്ഷെ ഇപ്പോഴും തീർന്നില്ല. ഇത് ഇടിച്ച കുന്നുകൾ, ഇത് മുടക്കിയ റെയിൽ പാതകൾ, ഇനി ആളുകളുടെ നിത്യജീവിത യാത്ര, ഇതുപോലെ നിരവധി സാമ്പത്തികം, ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചവരൊക്കെ അത് കീഴാറ്റൂരാണ്, വയൽക്കിളിയാണ്, എന്തൊക്കെ കളിയാക്കി. ഇപ്പോൾ അത് ഈ വയൽക്കിളി എന്ന് പറഞ്ഞ് കളിയാക്കിയ ആളുകൾ ഇപ്പോൾ കൂരിയാട്. ഇനി മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ ഇടപെടും. നല്ല കാര്യം, മുഖ്യമന്ത്രി ശേഷിയുള്ള ആളാണ്, അദ്ദേഹം ഇടപെടട്ടെ. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. ഇതിലേതെങ്കിലും നിർമ്മാണത്തിൽ തകരാറല്ലത്, അടിസ്ഥാനപരമായി ഡിസൈനിലെ തകരാറാണ്. ഇതിലെ റൂട്ട് നിശ്ചയിച്ചതിലെ തകരാറാണ്, അലൈൻമെൻറ്റിലെ തകരാറാണ്. അലൈൻമെൻറ്റിലെ തകരാറ് മാറ്റിയിട്ട് ഇനിയിപ്പോൾ പുതിയ പാത ഉണ്ടാക്കാൻ പറ്റുമോ? ഈ അലൈൻമെൻറ്റ് വെച്ച് പോയാൽ ഇത് വർക്കബിൾ അല്ല. അവിടെയാണ് പ്രശ്നം. മുകളിൽ മണ്ണിട്ട് 20 അടി ഉയരത്തിൽ മുകളിൽ മണ്ണിട്ടു. അപ്പോൾ ഇന്നലെ യൂണിവേഴ്സിറ്റിയുടെ അവിടെ പറഞ്ഞു, യൂണിവേഴ്സിറ്റിയുടെ അവിടെ റോഡ് താഴെ കൂടിയാണ് പോണേ. എന്താ സ്ഥിതി എന്നറിയോ? മഴ പെയ്തപ്പോൾ താഴെയുള്ള മെയിൻ റോഡ്, നമ്മൾ ഈ ടോൾ റോഡ് വെള്ളത്തിലാണ്. മുകളിൽ വെള്ളമില്ല, സർവീസ് റോഡ് രക്ഷപ്പെട്ടു. കാരണം വെള്ളം മുഴുവൻ താഴെയാണ്, വെള്ളം താഴേക്കാണല്ലോ ഒഴുകുക. അപ്പോൾ ഈ താഴെ കൂടി പോകുന്ന റോഡിലൂടെ വെള്ളം മുഴുവൻ ഒഴുകി ഹൈവേ വരും. മോളിൽ കൂടി ആണെങ്കിൽ താഴെ സർവീസ് റോഡിലേക്ക് വെള്ളം വരും. ഇതൊക്കെ വികസന വിരുദ്ധതയാണെന്ന് പറഞ്ഞാൽ മനുഷ്യന് മനസ്സിലാവണ്ടേ? ആദ്യം ഒരു സമചിത്തതയോടെ കേരളത്തെ എന്താണെന്ന് പഠിക്കണം. കേരളത്തിലെ സാമൂഹ്യ ജീവിതം, പാരിസ്ഥിതിക ഘടന, ഭൂമിഘടന പഠിക്കണം, ഹൈഡ്രോളജി പഠിക്കണം. അത് പഠിച്ച്
അതിനനുസരിച്ച് ചെയ്യണം. തമിഴ്നാട്ടിൽ ചെയ്തു, മഹാരാഷ്ട്രയിൽ ചെയ്തു, അല്ലെങ്കിൽ മധ്യപ്രദേശിൽ ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് കേരളത്തിൽ ചെയ്യാൻ പറ്റില്ല. കേരളത്തിൽ ഇത് വർക്കബിൾ അല്ല. കേരളത്തിലെ ആവാസ വ്യവസ്ഥ ജനസംഖ്യ എന്താ? ഇപ്പോൾ മഹാരാഷ്ട്രയിലോ മറ്റിടത്തോ ഹൈവേയുടെ 2 വശത്തും ആളുകളില്ല. ഇവിടെ എന്താ സ്ഥിതി? ഹൈവേയുടെ 2 വശത്തും വീടുകൾ, 2 വശത്തും കടകൾ, സ്കൂള്, ആശുപത്രി, പള്ളി, അമ്പലം എല്ലാം അല്ലേ? ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? അങ്ങനെയുള്ളൊരു സ്ഥലം, അങ്ങനെ ഒരു അവസ്ഥ മഹാരാഷ്ട്രയിലില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, ഗോവയിലുണ്ട്. അതുകൊണ്ടാണ് ഗോവയിൽ 30 മീറ്ററിലാണ് ഹൈവേ. വേണമെങ്കിൽ സതീഷിന് പരിശോധിക്കാം. 30 മീറ്റർ വീതിയിലാണ് ഗോവയിൽ ഹൈവേ. ഇതേ ഹൈവേ ഗോവയിൽ പോണത്. എന്താ കാര്യം? ആവാസം അവിടെ ജനങ്ങളുണ്ട്. ഇതേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. ഒരിക്കൽ VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് 30 മീറ്ററിൽ 6 വരി പാത പണിയണമെന്ന പ്രൊപ്പോസലുമായി സർവകക്ഷി സംഘം അന്ന് മൻമോഹൻ സിംഗിനെയും അന്നത്തെ മന്ത്രിയെയും കണ്ടതാണ്. പിന്നെ അതെങ്ങനെ പോയി എന്നറിയില്ല. പിന്നെ അത് ആവിയായിപ്പോയി. അപ്പോൾ പ്രശ്നം അത് കേന്ദ്ര ഗവൺമെൻറ് താല്പര്യം ഉണ്ടാവില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഡിസൈൻ മാറ്റാൻ തയ്യാറല്ല, അവർ മാറ്റില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഹൈവേ വരട്ടെ എന്ന നിലപാട് സ്റ്റേറ്റ് ഗവൺമെൻറ് എടുത്തുവോ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഇതിനെതിരെ പറയുന്ന ആളുകളുടെ ഒന്നും ശബ്ദം എടുക്കണ്ട, ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നൊക്കെ തള്ളിക്കളയാം എന്നാണോ സ്റ്റേറ്റ് ഗവൺമെൻറ് എടുത്തത്? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. ഒരു സംശയവുമില്ല. അപ്പോൾ നമ്മളെയൊക്കെ ശബ്ദം വികസന വിരുദ്ധ ശബ്ദമായ കണ്ടെങ്കിൽ അതിനാണ് സജീഷും ഇടതുപക്ഷവും മറുപടി പറയേണ്ടത്. കാരണം അവർക്കാണ് ഉത്തരവാദിത്വം. അഡ്വക്കേറ്റ് ചങ്കുട്ടി ദാസ്, ആളുകളുടെ ആശങ്കയ്ക്ക് ആരാണോ മറുപടി നൽകേണ്ടത്? ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള നാഷണൽ ഹൈവേയിൽ ഉണ്ടായിട്ടുള്ള വിള്ളലുകളും ആണെങ്കിലും തകർച്ചയാണെങ്കിലും ഒക്കെ വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം ആരാണെന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. ആദ്യം ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഇതിപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള റോഡ് വികസനത്തിൻ്റെ തോത് എന്താണ് എന്നുള്ളത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. 2014 ഇന്ത്യയിലാകെ 91,000 കിലോമീറ്റർ നാഷണൽ ഹൈവേ ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 2024 നമ്മൾ എത്തുമ്പോഴേക്കും 1,46,000 കിലോമീറ്ററായിട്ട് നാഷണൽ ഹൈവേയുടെ വ്യാപ്തി വർദ്ധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 60% നാഷണൽ ഹൈവേ വികസനം നടന്നത് കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സമാനമായിട്ടുള്ള വലിയ അളവിലുള്ള റോഡ് വികസനം നടന്നിട്ടുണ്ട്. 2014 ഒരു ദിവസം നമ്മൾ 11.5 കിലോമീറ്റർ റോഡാണ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ 2024 നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഓരോ ദിവസവും 28 കിലോമീറ്റർ റോഡ് ഉണ്ടാവുന്നുണ്ട്. റോഡ് ഉണ്ടാകണ്ട എന്നുള്ളതല്ലോ ശങ്കുട്ടി ദാസ്, ഇപ്പോൾ ഓരോ സംസ്ഥാനത്തിന്റെയും ഭൂപ്രകൃതിക്കനുസരിച്ചുള്ള നിർമ്മാണമാണോ എന്നുള്ളതാണ് പ്രശ്നം. അല്ല, ആ കാര്യത്തിലൊക്കെ വേണ്ടതായിട്ടുള്ള പരിശോധനകൾ ഉണ്ടായിട്ടുണ്ടോ? ശാസ്ത്രീയമായി തന്നെയാണോ ഇത്തരത്തിലുള്ള റോഡ് അക്വിസിഷൻ, ലാൻഡ് അക്വിസിഷൻ നടത്തിയിട്ടുള്ളത്? അതുമായി ബന്ധപ്പെട്ട സോയിൽ ടെസ്റ്റ് ആണെങ്കിലും ആ ഭൂമിയുടെ പാരിസ്ഥിതിക ആഘാത പഠനമാണെങ്കിലും ഒക്കെ വേണ്ടവണ്ണമാണോ നടത്തിയിട്ടുള്ളത്? ആ പഠനങ്ങളിൽ പിഴവുണ്ടായിട്ടുണ്ടോ എന്നുള്ളതെല്ലാം മേലധികാരികൾ പരിശോധിക്കേണ്ടതാണ്. NHAI ഉദ്യോഗസ്ഥൻ സ്ഥലം പരിശോധിച്ച ശേഷം പറഞ്ഞത് മഴ പെയ്തതാണ് പ്രശ്നത്തിന് കാരണം എന്ന്. അപ്പോൾ മഴയൊന്നും ഉണ്ടാകാത്ത സ്ഥലമാണെന്നാണോ പ്രതീക്ഷിച്ചത്? മഴ പെയ്യും, നല്ല ശക്തമായ മഴ പെയ്യും, അതുകൊണ്ടുള്ള മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിനെയൊക്കെ തടയാൻ രൂപത്തിലല്ലേ ആ നിർമ്മാണം വേണ്ടത്? അല്ല, മഴ പെയ്യുകയാണെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന തോതിനേക്കാൾ കൂടുതൽ മഴയുണ്ടാവുക എന്ന് പറയുന്നത് പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുക എന്ന് പറയുന്നത് അൺഫോർസീൻ ആണ്. ആക്ട് ഓഫ് ഗോഡ് എന്നാണ് പറയുക. നമുക്കൊന്നും മുൻകൂട്ടി കാണാൻ കഴിയാത്ത മട്ടിലുള്ള അതിശക്തമായിട്ടുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എല്ലാ നിർമ്മിതികൾക്കും അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ദൗർബല്യമുണ്ട്. ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണെന്ന് പരിശോധിച്ചിട്ട് വേണം. അപ്പം ഞാൻ മലപ്പുറം ജില്ലയിലുള്ള ആളാണ്. ഇപ്പോൾ കൂരിയാട് നാഷണൽ ഹൈവേയുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കറിയാം. അത് പാടമാണ് ആ പ്രദേശം എന്ന് പറയുന്നത്. അവിടുത്തെ മണ്ണിന് തീരെ ബലമില്ലാത്തൊരു സ്ഥലമാണ്. അവിടെ നാഷണൽ ഹൈവേയുടെ നടുവിലൊരു വിള്ളലുണ്ടാവുമല്ല, ആ റോഡോട് കൂടി തന്നെ ഒലിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവിടെ വേണ്ടവണ്ണത്തിലുള്ള പഠനം, അവിടെ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടോ അവിടുത്തെ സോയിൽ ടെസ്റ്റ് നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ടോ അതിൻ്റെ മറ്റ് സർവേകൾ നടത്തിയ സമയത്തോ കൃത്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ പറ്റി മതിയായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെ ഇനി പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. പഠനം നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയല്ലല്ലോ സംഭവിക്കുക. അല്ല ശങ്കുട്ടി ദാസ്, ഈ പഠനം നടത്തേണ്ടതുണ്ട് എന്ന് ഈ CRനെ പോലുള്ള പരിസ്ഥിതി പ്രവർത്തകർ അന്ന് തന്നെ പറഞ്ഞിരുന്നതാണ്. അന്ന് വേഗത്തിൽ നടപ്പാക്കുക എന്നതിനായിരുന്നു പ്രാധാന്യം കൊടുത്തത്. ആ പഠനവും പഠന റിപ്പോർട്ടൊന്നും നമ്മുടെ മുന്നിലില്ല. അതുകൊണ്ടാണ് മേധാ പട്കർ അടക്കം ഇവിടെ വന്നിട്ട് ആ വിഷയം ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ പഠനം നടത്തിയിട്ടില്ല. ഇപ്പോൾ CR തന്നെ ചൂണ്ടിക്കാണിക്കുന്നു, ഗോവയിൽ എങ്ങനെയാണ് വ്യത്യസ്തമായി ഇതേപോലെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ കൂടി എങ്ങനെയാണ് NH കടന്നു പോകുന്നതെന്ന്. അവിടെ നടപ്പാക്കിയ രൂപത്തിൽ ഇവിടെയും വേണമെന്ന് ആവശ്യപ്പെട്ടതാണ്. ഇവിടെ 20 അടിയാണ്, അവിടെ 30 അടിയാണ്. ഇതൊക്കെ പ്രശ്നമാണ്. ഇതിൽ പഠനം നടത്തിയിട്ടില്ല. പഠനം നടത്താതെ ഈ പാടത്തിനടുത്ത് ഏത് രൂപത്തിൽ നിർമ്മാണം വേണമെന്നുള്ള പരിശോധിക്കേണ്ടതല്ലേ? അത് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യമായിരുന്നില്ലേ?
അല്ല നോക്കൂ, അത് നമ്മൾ വളരെ മുൻകൂറായിട്ട് മുൻവിധിയോട് കൂടിയിട്ട് നമ്മളൊരു വിധി പറയുന്നതിൽ അർത്ഥമില്ല. ഇത് പാരിസ്ഥിതിക പ്രശ്നം കൊണ്ടാണോ? അതൊരു അനേകം കാരണങ്ങളിൽ ഒരു കാരണം മാത്രമാണ്. നിർമ്മാണത്തിലുള്ള പോരായ്മയാണോ? നമ്മൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ള കോൺട്രാക്ടർമാരോ എഞ്ചിനീയർമാരോ അതിൻ്റെ ഉത്തരവാദിത്തം വേണ്ടവണ്ണം നിർവഹിക്കാതെ വന്നതുകൊണ്ടാണോ സംഭവിച്ചിട്ടുള്ളത്? അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഏജൻസികളുടെ സൂപ്പർവിഷൻ്റെ പോരായ്മയാണോ? ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ടുള്ള പഠനത്തിലാണ് കണ്ടുപിടിക്കപ്പെടേണ്ടത്. എന്തായാലും ഒരു നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട പ്രൊസീജിയറുകളിൽ ആദ്യത്തെ പ്രൊസീജിയർ തന്നെ അതിൻ്റെ പാരിസ്ഥിതിക ആഘാത പഠനം എന്ന് പറയുന്നൊരു പ്രൊസീജിയർ ഉണ്ട്. അതിൻ്റെ എക്കോളജിക്കൽ ഇമ്പാക്ട്സ് സർവേ എന്ന് പറയുന്നൊരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം അവിടെ റിപ്പോർട്ടൊക്കെ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ആശങ്ക ശങ്കുട്ടിദാസ്, ഇക്കാര്യത്തിൽ നിങ്ങൾക്കൊരു ആശങ്ക തോന്നില്ലേ? കാരണം തൃശ്ശൂർ ചാവക്കാട് ദേശീയപാതയിൽ വിള്ളൽ വന്നിരിക്കുന്നു. താങ്കൾ ഈ പറഞ്ഞ ഇന്നലത്തെ മലപ്പുറത്തും കണ്ണൂരിലെ കുപ്പത്തും 2 തവണ, കുപ്പത്തുനിന്ന് 3 തവണയാണ് മണ്ണിടിച്ചിലുണ്ടായത്. പല ഇടത്തായി വിള്ളലുകൾ കാണുന്നു. ഇപ്പോൾ ഹൈക്കോടതി എന്തിനാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്? ഹൈക്കോടതി ആശങ്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഇതിലൊരു അസ്വാഭാവികത തോന്നുന്നുകൊണ്ടല്ലേ? അല്ല, തീർച്ചയായിട്ടും അത് വളരെ ആശങ്കയ്ക്കുള്ള സാഹചര്യമാണ്. ഇപ്പം നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്ന റോഡാണല്ലോ അത്. ഈ പറയുന്ന വഴിയിലൂടെയൊക്കെ ഞങ്ങൾ പോലും സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തുള്ള റോഡ് ഒരു സുപ്രഭാതത്തിൽ തകരുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാകുന്ന കാര്യമാണ്. പക്ഷേ അതിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ആരാണ് അതിൻ്റെ ഉത്തരവാദി, ആർക്കാണ് നമ്മൾ അതിൻ്റെ കുറ്റം ചാർത്താൻ കഴിയുക എന്നുള്ളതല്ല. എന്താണ് പ്രശ്നം എന്നുള്ളത് ആദ്യം ശാസ്ത്രീയമായി പഠിക്കുകയാണ് വേണ്ടത്. എന്താണ് ഈ ഒരു റോഡിൻ്റെ തകർച്ചയ്ക്ക് പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്താണ്, അതിൻ്റെ ഉത്തരവാദികൾ ആരാണെന്നുള്ളത് അടുത്ത ഘട്ടത്തിലേക്കാണ് വരുന്നത് എന്നുള്ളതാണ് എൻ്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. നമ്മളിപ്പോൾ 1-2 സ്ഥലങ്ങളിൽ ഇത്തരം സംഭവം ഉണ്ടായി എന്നത് വെച്ചുകൊണ്ട് വലിയ അളവിലുള്ള ഭീതി വ്യാപനം നടത്തേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യയിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 1 ലക്ഷം കിലോമീറ്റർ നാഷണൽ ഹൈവേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. കേരളത്തിൽ തന്നെ 600 കിലോമീറ്റർ നാഷണൽ ഹൈവേ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. 2014 1182 കിലോമീറ്റർ ആയിരുന്നു കേരളത്തിൽ ആകെ നാഷണൽ ഹൈവേ വ്യാപ്തിയെങ്കിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ 1850 കിലോമീറ്ററായി മാറിയിട്ടുണ്ട്. 600-ന് മേലെ കിലോമീറ്റർ റോഡ് ഉണ്ടായിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും സമാനമായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടില്ല. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ മഴയുടെ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവമാണ്, ഇനിയും സംഭവിക്കാതിരിക്കട്ടെ, മഴയുടെ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവമാണ് എന്നുള്ളതാണ് ആശങ്ക കൂട്ടുന്നത്. നടത്തിയിട്ടുള്ളത് ആ റിവ്യൂവിൽ ഉള്ള പ്രോഗ്രസ്സും അതുപോലെ തന്നെ പുരോഗതി പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഇന്ന് ബഹുമാന്യനായ ശ്രീ നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്തിരുന്നു. പൊതുവെ 2025 ഡിസംബറോടുകൂടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ വീതിയിൽ 6 വരി NH66 യാഥാർത്ഥ്യമാക്കാനാകും എന്നുള്ളതാണ് കണക്കാക്കുന്നത്. ഈ പദ്ധതി ഒരു സമയത്ത് ഉപേക്ഷിക്കപ്പെട്ടതായിരുന്നു, നിങ്ങൾക്കറിയാം. പിന്നീട് 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രധാനമന്ത്രിയുമായും ശ്രീ നിതിൻ ഗഡ്കരിയുമായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ചർച്ച ചെയ്യുകയും ആ ചർച്ചയിൽ ഭൂമി ഏറ്റെടുക്കലാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഭൂമി ഏറ്റെടുക്കൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ സ്വാഭാവികമായും അതിന് പണം നൽകേണ്ടതാണ്. പണം നൽകാൻ തയ്യാറായില്ല. പിന്നീട് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കലിന് പണം കണ്ടെത്തി. ദേശീയപാത വികസനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ പണം കണ്ടെത്തുന്നത്. 5580 കോടി രൂപ അതിനുവേണ്ടി ചെലവഴിച്ചു. നേരത്തെ നടത്തിയ പ്രതികരണം ഒന്ന് കേൾപ്പിച്ചതാണ്, ഇന്ന് നടത്തിയ പ്രതികരണമല്ല. സജീഷ്, ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമല്ല NHAയുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടല്ല ഈ ഭൂപ്രകൃതിക്ക് അനുസൃതമായിട്ടല്ല ഇതിൻ്റെ അലൈൻമെൻറ്റ് എന്ന് തന്നെയാണ് CR പറയുന്നത്. ഇന്നിപ്പോൾ 3 പേരുടെ അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കേട്ട് കഴിഞ്ഞല്ലോ. സജീഷിന് മറുപടി നൽകാം. തീർച്ചയായും സ്മൃതി, ഒരു കാര്യം, ആദ്യം ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഈ തരത്തിൽ ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവസരമൊരുക്കുകയും ആദ്യം ചെയ്തിരുന്നെങ്കിൽ എനിക്ക് മറുപടി പറയാൻ സൗകര്യമായിരുന്നു. നേരെ മറിച്ചാണ് താങ്കൾ ചെയ്തതെന്നുള്ളതുകൊണ്ട് എൻ്റെ സമയം നേരത്തെ നമ്മൾ തമ്മിൽ തർക്കിച്ചു തീർക്കാനാണ് ശ്രമിച്ചത്. ഒന്ന്, ഇവിടെ നവാസ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഉണ്ടായതുകൊണ്ടാണ് പിന്നീട് പിണറായി സർക്കാരിന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞത്, ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്നാണ്. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം, ആ നിയമത്തിനകത്ത് 105-ാം വകുപ്പ് പരിശോധിച്ചാൽ അതിൽ വളരെ കൃത്യമായി 4-ാം ഷെഡ്യൂളിൽ പറയുന്ന കാര്യങ്ങൾ, അതിനകത്ത് 7-ാമത്തെ കാര്യമായി ദേശീയപാത ഉൾപ്പെടുന്നില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്.
ഇത് പാർലമെന്റിനകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സെക്ഷൻ 15 എന്താ പറയുന്നത് വായിച്ചോ? സെക്ഷൻ 11 വായിക്കാവോ? പി രാജീവ് ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിക്കുന്നത് പറയട്ടെ അതിന്റെ സജീഷ് പറഞ്ഞ വാദത്തെ, അതായത് മന്ത്രി പി രാജീവിന്റെ വാദത്തെയാണ് നവാസ് തള്ളിയത്. ഒരു വാദവും ഇല്ല, ഒരു വാദവും വായിക്കൂ. നവാസ് തള്ളിക്കോട്ടെ, സ്മൃതി കൂടെ തള്ളിക്കൊടുക്കണ്ട. അതിന്റെ മറുപടി പറഞ്ഞാൽ മതി. ഇപ്പൊ ഞാൻ സംസാരിക്കുകയല്ലേ, എനിക്ക് ചർച്ചയുടെ സമയപരിധിയെ കുറിച്ച് നല്ല ധാരണയുണ്ട്. താങ്കളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. ഞാൻ വായിച്ചോളാം. എന്നെ ഇപ്പൊ തൽക്കാലം നിങ്ങൾ രണ്ടുപേരും കൂടി സഹായിക്കണ്ട. അത് കഴിഞ്ഞ് സ്മൃതി ആവശ്യത്തിന് സമയം കൊടുത്തോളൂ. എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. സമയം കളയാൻ ഞാൻ ആവശ്യത്തിലുള്ളത് മാത്രം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ബഹളം വെക്കൊന്നും വേണ്ട. ഒരു കാര്യം എന്റെ വേർഷനാണ് ഞാൻ പറയുന്നത്. അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ സ്മൃതി പിന്നീട് ചർച്ച ചെയ്തു. പറയൂ, സമയക്കുറവുണ്ട്, നമുക്ക് ഈ ചർച്ചയിൽ ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ. സമയക്കുറവുണ്ട് എന്നുള്ളത് താങ്കളും കൂടി മനസ്സിൽ വെച്ച് എനിക്കിവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. ഒരുപാട് പറയാനുണ്ട്, അതിലേക്കും ഞാൻ കടക്കുന്നില്ല. വല്ലാത്ത നവാസിന്റെ വർത്തമാനം കേട്ടാൽ തോന്നുന്നു ഈ പറഞ്ഞ ലീഗിന്റെ പ്രതിനിധിയല്ലേ. പാലാരിവട്ടം പാലം പൊളിഞ്ഞിട്ട് ജയിലിൽ കിടന്ന ഈ ഇബ്രാഹിം കുഞ്ഞിന്റെ പാർട്ടിയുടെ നേതാവല്ലേ ഇപ്പോൾ ഇരുന്ന് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ ഈ കാര്യങ്ങൾക്ക് മറുപടി പറയാം. കാര്യം മനസ്സിലാക്കേണ്ടത്, 2013 നിയമത്തിനകത്ത് നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങളില്ലായിരുന്നു. അത് ചർച്ച ചെയ്യുകയും അത് രാജ്യസഭയിൽ ഉൾപ്പെടെ വോട്ടിങ്ങിന് വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു നമുക്കറിയാം. അതിനുശേഷം പിന്നീട് കേരളത്തിൻ്റെ നിയമസഭയിൽ ഉൾപ്പെടെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ 2013 നിയമമാണെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തെ, 2013 ഡീ നോട്ടിഫിക്കേഷൻ ചെയ്യപ്പെടുന്ന. അപ്പോൾ ഈ കേരളം ഭരിക്കുന്ന ആരാ? നിങ്ങളുടെ മുന്നണിയല്ലേ, ഉമ്മൻചാണ്ടിയല്ലേ മുഖ്യമന്ത്രി? 2014 ആരാ കേരളം ഭരിക്കുന്നത്? ഉമ്മൻചാണ്ടിയല്ലേ മുഖ്യമന്ത്രി? 2015 ഈ പരിപാടിയും പൂട്ടി NHI കേരളത്തിൽ നിന്ന് പോകുമ്പോൾ ആരാ കേരളത്തിലെ മുഖ്യമന്ത്രി? ഉമ്മൻചാണ്ടിയല്ലേ. 2016 മെയ് മാസത്തിലല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്നത്? അതുപോലെയുള്ള 3 കൊല്ലക്കാലം ഈ ഉമ്മൻചാണ്ടിയും കൂട്ടരും നിങ്ങൾ തലക്ക് വെച്ച് പറയുന്നത് അതാണ്. നിക്ക് പറയട്ടെ, താങ്കൾക്ക് അവസരം വരും. ഇപ്പോൾ എന്റെ അവസരമാണ്. ഇങ്ങനെ ഇടപെട്ട് പറഞ്ഞ് ഞാൻ പറയുന്ന അവസാനം മറുപടി താങ്കൾ പറഞ്ഞോളൂ. താങ്കളുടെ അവസരം പറഞ്ഞോളൂ. താങ്കൾ പറയുന്ന ഇതെല്ലാം ജനങ്ങളുടെ മുന്നിലുള്ള കാര്യമാണ്. ഞാൻ പറയുന്നത് ഈ പറഞ്ഞ നിയമവും ആ നിയമത്തിനകത്ത് ഇതില്ലായിരുന്നു എന്നുള്ളതും വസ്തുതയാണ്. ഇവിടെ താങ്കൾ പറഞ്ഞല്ലോ, താങ്കളുടെ ഇതിലെ ദുഷ്ടബുദ്ധി നടക്കരുതെന്നുള്ള ദുഷ്ടബുദ്ധി ഈ താങ്കളുടെ ചർച്ച കേട്ടാൽ അറിയാം. ഇവിടെ ഇപ്പോൾ 550 കിലോമീറ്ററോളം വരുന്ന ഈ റോഡുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് വന്ന് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ താങ്കൾ എന്താ പറയുന്നത്? അഗ്നിപർവ്വതത്തിന് സമീപമാണ് ജീവിക്കുന്നത്, പ്രകോപനം ഉണ്ടാക്കുകയാണ്. താങ്കൾക്ക് നടക്കുന്നതിൽ ഇച്ചിരി പ്രശ്നമുണ്ടല്ലേ? അതാണ് താങ്കൾ സമരം ചെയ്തതിനെ കുറിച്ച് പറയുമ്പോൾ. വെള്ളിയാഴ്ചയിൽ നടന്ന സമരം, വെള്ളിയാഴ്ചക്ക് എന്താ പ്രത്യേകത എനിക്ക് മനസ്സിലായിട്ടില്ല. താങ്കളുടെ വാചകത്തിനിടയിൽ കൂടി പലതും പ്രയോഗിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച നടന്ന സമരത്തിന് ഞാനല്ല പറഞ്ഞത്, നിങ്ങളാ പറഞ്ഞത്. നവാസെ, ഒരു കാര്യം, നിങ്ങൾ കാര്യങ്ങൾ സകലരെയും കൂട്ടി പല പണിയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഗെയിലിനെ മുടക്കാൻ വേണ്ടിയിട്ട് അവിടെ നിസ്കാരം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. അഭിമാനകരമായ നിമിഷമല്ല ചർച്ച ചെയ്യുന്നത്. ആ റോഡിലെ വിള്ളലാണ്, അവിടെ മണ്ണിടിയുന്നതാണ്. അല്ല, സ്മൃതിക്ക് അത് ഇച്ചിരി പ്രശ്നമാണ്. നമ്മളിപ്പോ പ്രശ്നമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്യാൻ ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതെ സ്മൃതി, ഒരു കാര്യം പറയാൻ അനുവദിക്കണമല്ലോ. ഞാൻ പറയുന്നതിൻ്റെ ഇടയിൽ കയറി പറയുന്ന സമയത്ത് അതിന് മറുപടി പറയേണ്ടി വരും. ഈ ചർച്ചയ്ക്കകത്ത് എത്ര സമയം എനിക്ക് അനുവദിച്ചു എന്നും എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കേണ്ടതുണ്ട് എന്നും സ്മൃതിക്കറിയാം. അതിന് അനുവദിക്കാതിരിക്കാൻ ഇവിടെ പറഞ്ഞ കാര്യത്തിനാണ് ഞാൻ മറുപടി പറയുന്നത്. അതിനുള്ള സമയം ഉണ്ടാകേണ്ടതുണ്ട്. ഒന്ന്, ഇവിടെ സ്മൃതി ഉൾപ്പെടെ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇവിടുത്തെ 550 കിലോമീറ്ററും പ്രശ്നമാണ് എന്നാണ്. ഇവിടെ ഉണ്ടായ പ്രശ്നം അത് പരിശോധിച്ച് നിലപാട് സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ ഉത്തരവാദിത്വം നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. അവർ പരിശോധിക്കട്ടെ.
അവരുടെ വിദഗ്ധ സംഘം പരിശോധിക്കട്ടെ. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അവരാണ് പരിശോധിക്കേണ്ടത്. എലിവേറ്റഡ് ഹൈവേയെ കുറിച്ചൊക്കെ പറയുകയാണ്. ഇത് തിരൂർ ഉൾപ്പെടെയുള്ള കേരളത്തിലെയും ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എലിവേറ്റഡ് ഹൈവേ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. കാസർഗോഡ് റീച്ചിൻ്റെ ഭാഗമായിട്ട് ഒറ്റത്തൂണിൽ ഊരാളുങ്കൽ നിർമ്മിച്ച ഏറ്റവും വലിയ എലിവേറ്റഡ് ഹൈവേ, എലിവേറ്റഡ് റോഡ് എവിടെയെല്ലാം ഉണ്ട്. ഈ റോഡിൽ കടന്നു പോകുമ്പോൾ പല സ്ഥലത്തും ഓരോ സ്ഥലത്തും അതിൻ്റെ ഹൈറ്റിനനുസരിച്ച് എലിവേറ്റഡായി ഈ റോഡ് നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടി കഴിയും. മറ്റ് ഇതിൻ്റെ പ്ലാനും അതിൻ്റെ ഫൗണ്ടേഷനും മറ്റ് കാര്യങ്ങളും ഡിസൈനും എല്ലാ ഉത്തരവാദിത്വവും NHAIക്ക് തന്നെയാണ്. അവർ ഇതുമായി ബന്ധപ്പെട്ട മറുപടി പറയേണ്ടതുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രശ്നം എന്താണ്? കേരളത്തിൽ ഇത് നടക്കില്ലായിരുന്നു. നടക്കാതിരുന്ന ഒരു പദ്ധതി പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നതിൽ അർത്ഥമില്ല. പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്ന അർത്ഥമില്ല. താങ്കൾ അത് ആവർത്തിക്കുന്നത് കൊണ്ട് ഞാനൊന്ന് ശങ്കുവിലേക്ക് പോകുന്നു. ശങ്കുട്ടി ദാസ് നേരത്തെ അല്പം കഴിഞ്ഞാണ് വന്നത്. അദ്ദേഹത്തിന് വളരെ കുറച്ച് സമയമേ കിട്ടിയിട്ടുള്ളൂ. വളരെ കൃത്യമായി പറഞ്ഞ് ശരി, ശങ്കുട്ടി ദാസ് ഇതിപ്പോൾ പദ്ധതി നടപ്പാക്കിയത് ഞങ്ങളാണ് എന്ന അഭിമാനകരമായ കാര്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ വിള്ളൽ വീണ റോഡിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. NH വന്നു എന്നുള്ള കാര്യം നല്ല കാര്യം തന്നെ. പക്ഷെ അത് ഇപ്പോൾ പറയേണ്ട അവസരമല്ലല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു, ആർക്കാണ് ഉത്തരവാദിത്വം എന്ന ചോദ്യം വരുമ്പോൾ കേന്ദ്ര സർക്കാരിന് അതിന്റെ ഉത്തരവാദിത്തമുണ്ട് എന്നുകൂടി സമ്മതിക്കുകയാണ് ശങ്കുട്ടി ദാസ്. നേരത്തെ ഞാൻ ശങ്കുട്ടി ദാസിനോട് ചോദിക്കട്ടെ സജീഷ്, ശങ്കുട്ടി ദാസിനോട് ചോദിക്കട്ടെ സജീഷ്, ഞാനൊന്ന് BJP പ്രതിനിധിയോട് ചോദിക്കട്ടെ, മാധ്യമപ്രവർത്തകർക്ക് ശങ്കുട്ടി ദാസിനോട് ചോദിക്കട്ടെ സജീഷ്, അത് ആ രീതിയിലാണല്ലോ താങ്കൾ പറയുന്നത്. സ്മൃതി, ഒരു കാര്യം താങ്കളുടെ ഉദ്ദേശം എന്താണ്? കേരളത്തിൽ ഈ 580 കിലോമീറ്ററും കുഴപ്പത്തിലായി എന്നാണോ വരുത്തി തീർക്കേണ്ടത്? എനിക്കൊന്നും പറയാനില്ല. അല്ല, എല്ലായിടത്തും കുഴപ്പം വരണം എന്നാണോ? അങ്ങനെയാണ് രാവിലെ മുതൽ വാർത്ത കാണുന്നത്. രാവിലെ മുതൽ ഒരേയിടത്ത് എത്ര തവണ മണ്ണിടിഞ്ഞു എന്ന് പരിശോധിക്കൂ. താങ്കൾ അതിന് അങ്ങനെയാണെങ്കിൽ സ്മൃതി പറയൂ. ഗഡ്കരിയുമായി ചർച്ച നടത്താൻ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ്? അപകടമുണ്ടായ കാര്യം പരിശോധിക്കുകയും നടപടി സ്വീകരിക്കുകയും വേണം. പരിശോധിക്കേണ്ടത് നാഷണൽ ഹൈവേ. ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ സജീഷേ. അപകടമുണ്ടാകുന്നത് വരെ റീൽസ് എടുത്തുകൊണ്ട് ഞങ്ങളുടെ നേട്ടം എന്ന് വിളിച്ചു പറയുകയും അപകടമുണ്ടാകുമ്പോഴേക്ക് റോഡ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഞങ്ങളുടെ നേട്ടം തന്നെയാണ്. റോഡിന്റെ കുഴപ്പത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കൂ. അതിനുള്ള ധൈര്യം കൂടി കാണിക്കൂ ശങ്കുട്ടി ദാസ്. NHAIക്ക് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തം. അത് സമ്മതിക്കുന്ന മറുപടിയാണോ ഞാൻ താങ്കളിൽ നിന്ന് കേട്ടത്? ഒന്നുകൂടി വ്യക്തത കേട്ടി. ശങ്കുട്ടി ദാസ് പറയണം. അതേ നിർത്തില്ല, പറഞ്ഞോളൂ. സാഹചര്യം ഒരുക്കിയത് കേരളത്തിലെ ഗവൺമെന്റാണ്. ഇത് രണ്ടായി തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയൊക്കെയാണ്. ആ നിർമ്മാണ ഉത്തരവാദിത്വം അവരും നിർവഹിക്കേണ്ടതുണ്ട്. എനിക്ക് ശ്രുതിയുടെ ചോദ്യം വ്യക്തമായില്ല, ഒന്നുകൂടി ചോദിക്കാം. അതായത് NHAIക്കാണ് ഉത്തരവാദിത്തം. NHAI എങ്ങനെ പരിഹരിക്കും എന്നാണ് താങ്കൾ പറയുന്നത്. NHAIക്ക് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിനാണ് ഈ അപകടത്തിന്റെയും ഉത്തരവാദിത്വം എന്ന് കൂടിയാണല്ലോ അർത്ഥം വരുന്നത്. നമുക്ക് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു സ്വകാര്യ സ്വതന്ത്ര സ്വയംഭരണ സംവിധാനമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് കേന്ദ്ര സർക്കാർ തന്നെയല്ല, മിനിസ്ട്രി ഓഫ് നാഷണൽ ഹൈവേസ് ആൻഡ് റോഡ് ഡെവലപ്മെൻറ്റിന് കീഴിലുള്ള നിരവധി ഏജൻസികളിൽ ഒരു ഏജൻസിയാണ്. നമുക്കറിയാം, ഒരു നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട പ്രൊസീജിയറുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ആദ്യത്തെ സുരക്ഷാ മാനദണ്ഡ പരിശോധനകൾ മുതൽ പാരിസ്ഥിതികാഘാത പഠനം മുതൽ ഒരു ബിഡിംഗ് നടത്തിയിട്ട് ടെൻഡർ വിളിച്ച് കോൺട്രാക്ടർമാരെ ഏൽപ്പിക്കുന്നത് മുതലുള്ള ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും കേന്ദ്ര സർക്കാരിന് നേരിട്ടിട്ട് ഇതിൻ്റെ മേൽനോട്ടം നടത്താൻ സാധിക്കില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി ടെൻഡർ കൊടുത്തിട്ട് കോൺട്രാക്ടർമാരെ ഇത് ഏൽപ്പിക്കും. BOT വ്യവസ്ഥയിൽ, ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ വ്യവസ്ഥയിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് സ്വകാര്യ കോൺട്രാക്ടർമാരും അവർക്ക് കീഴിലുള്ള എഞ്ചിനീയർമാരുമാണ് പണി നടത്തുന്നത്. ഈ പണി നടത്തുന്ന മേൽനോട്ടം നിർവഹിക്കാൻ ഒരേ സമയം കേന്ദ്ര ഏജൻസികൾക്കും സംസ്ഥാന ഏജൻസികൾക്ക് ഉത്തരവാദിത്തമുണ്ട്. സൂപ്പർവിഷൻ എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, അത് സംസ്ഥാന സർക്കാരിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. ഇവിടെ ഈ പറയുന്ന നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ള നിർമ്മാണ കമ്പനികളുടെ ഭാഗത്ത് നിന്ന് പെശകുണ്ടായിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മാത്രമാണോ, അതോ നിർമ്മാണത്തിൽ തന്നെ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതെല്ലാം വിദഗ്ധമായിട്ടുള്ള
പരിശോധനയ്ക്ക് ശേഷം പുറത്തു വരേണ്ടതാണ്. അങ്ങനെ നിർമ്മാണത്തിൽ പോരായ്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ സൂപ്പർവിഷൻ്റെ കാര്യത്തിലും പോരായ്മ ഉണ്ടായിട്ടുണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും. സൂപ്പർവിഷൻ്റെ കാര്യത്തിൽ പോരായ്മ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നതെങ്കിൽ അത് നമുക്ക് കേന്ദ്ര സർക്കാരിന് മേലെ മാത്രം കെട്ടിവെക്കാൻ കഴിയുന്നതല്ല. അത് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പദ്ധതികളുടെ മേൽനോട്ടത്തിനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരുകൾക്ക് കൂടി ഉണ്ട്. കഴിഞ്ഞ ദിവസം വരെ ഈ റോഡ് വികസനം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ അഭിമാന നേട്ടവും ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾക്ക് റോഡിൽ വിള്ളലുണ്ടാവുന്ന സമയത്ത് മാത്രം അതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായി കേന്ദ്രത്തിനാണെന്ന് പറഞ്ഞ് കൈയൊഴിയാൻ സാധിക്കില്ല. നിങ്ങൾക്കൊരു പദ്ധതിയുടെ നേട്ടവുമായി ബന്ധപ്പെട്ട അവകാശവാദം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കോട്ടത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് സാമാന്യമായിട്ടുള്ള മര്യാദയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ വിശദമായിട്ടുള്ള പരിശോധന ഉണ്ടാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നോക്കൂ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ഉടനീളം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ഊഴത്തിൽ പറയാൻ ശ്രമിച്ചത്. എനിക്ക് മുഴുവൻ സമയം കിട്ടാത്തത് കൊണ്ടാണ്. അതായത് അത്ര മാമത്തായിട്ടുള്ളൊരു റോഡ് കൺസ്ട്രക്ഷനാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലുള്ള ആകെ നാഷണൽ ഹൈവേയുടെ 1/3 ഭാഗവും നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ കാലഘട്ടത്തിലുണ്ടായത്. ഓരോ ദിവസം 28 കിലോമീറ്റർ പുതിയ റോഡ് ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഓരോ സ്ഥലത്ത് നടക്കുന്ന റോഡ് നിർമ്മാണവും കേന്ദ്രത്തിന് നേരിട്ട് പരിശോധിക്കാൻ സാധിക്കില്ല. അതിന് കീഴിൽ അതാത് ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ള സംവിധാനങ്ങളും ഏജൻസികളും കോൺട്രാക്ടർമാരും ഒക്കെയാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം കൂട്ടുത്തരവാദിത്തത്തോടുകൂടി നിർവഹിക്കപ്പെടേണ്ട കാര്യമായിരുന്നു. ദൗർഭാഗ്യവശാൽ ഈ റോഡ് നിർമ്മാണത്തിൽ ചില സ്ഥലങ്ങളിലെങ്കിലും ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പുറത്തു വന്നതാണ്. അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണെന്നുള്ള ദിവസങ്ങളിൽ പുറത്തു വരട്ടെ. ശരി, ആ പോരായ്മകൾ എങ്ങനെ പരിഹരിക്കും, അത് വേഗത്തിൽ പരിഹരിക്കപ്പെടുമോ എന്നുള്ളതും നമ്മുടെ മുന്നിലെ ചോദ്യമാണ്. വളരെ നന്ദി SK സജീഷ്, PK നവാസ്, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, CR നീലകണ്ഠൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.